പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ഇത് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഒരു നിമിഷം ചില നിമിഷങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ തിരുക്കരത്തിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നപ്പാ, അങ്ങയുടെ തിരുക്കരത്തിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നപ്പാ. വലിയ കൊയ്ത്തിനായി സ്വർഗമേ അങ്ങനെ ഒരുക്കുന്നല്ലോ, വലിയ നന്മകൾക്കായി സ്വർഗമേ അങ്ങനെ ഒരുക്കുന്നല്ലോ. യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും അല്പനേരം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾക്കായി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ശരീരത്തിൻ്റെ മേൽ ഇന്ന് സംഭവിക്കേണ്ടതിന്, അത്ഭുത രോഗസൗഖ്യങ്ങൾ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കേണ്ടതിന്, ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ശരീരത്തെ തൊടേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ നന്ദി കർത്താവേ. അന്യഭാഷ വരമുള്ളവർ, അന്യഭാഷ വരമില്ലാത്തവരും എന്ത് ചെയ്തോണം? ഈ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചോണേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കാണാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അല്പനേരം അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. മ്യൂട്ടുകളൊക്കെ മാറ്റി. ഓ യേശുവേ, ചില കാര്യങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് റിലീസ് ആകുക, ചിലത് നമ്മുടെ ജീവിതത്തിൽ തുറന്നു വരിക. ഓ ജീസസ്, യേശുവേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി തീ കൊണ്ട് മറുപടി നൽകുന്ന ദൈവം. ഓ ഹല്ലേലൂയ. ലേസോകോ ടോബകാല സിയാറ്റേരെ റാഖോബ കീന സെൻഡാഖാര ലിയാബേ സൈൻഡ് ഹാഡ ദിഗസ്പെരാലിയാന്തരെ അർത്തിയാന ഹഡദർ കിനാസിയാന്തരെ നീഹുഡാക റാഖി മനാസ ഖേരിയ ഉഡാർ കിൽമനാ കിനാസിയാന്തരെ തെനാസിക്കേറ്റിയ ബ്രോഫിയ ടബാക റാഖ സകീന ലേസോ ബ്രാറ്റെ ഫസാറ്റ ബ്രീക ഫസോക റോഖിമ നാഖുഡ ദരികമ സാറ്റ ഉഡദന കുസോ ബ്രാക്കേറ്റ മാകാസ ടാരിയാന്തരെ തെന റിക്കിരി ബാറാഖുഡ ബറബന റിഗ ദേരി ഗോഡാദക സകീന റിഗ ദേരി ഗഡ അർത്തിന റിഗഡ റിഗ ദേരി ഗദേ സർബിന റിഗ ദേ ഫനഗുഡ ദരികമന സ്വാരഗ ദേരി രാബാറ ഓ റിക ലാമ ഗുഡാദക സീകിന ഹഡദക സഖീനിയ പർബന ഹഡദരി കമാസിയ ദേരേ ബാറാല. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭവനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വ്യാപരിക്കുന്നല്ലോ, ഭവനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നല്ലോ, ഭവനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നല്ലോ. അപ്പൊ തകർച്ചകൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, എല്ലാവിധமான തകർച്ചകളും വിട്ടുമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ഭവനത്തിൽ ദൈവാത്മാവിന്റെ പ്രവർത്തികൾ നടക്കുന്നല്ലോ, ദൈവാത്മാവിന്റെ പ്രവർത്തികൾ നടക്കുന്നല്ലോ. അപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മ നിറയട്ടെ, നന്മ നിറയട്ടെ യേശുവേ. ഓ ഹല്ലേലൂയ യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഇന്ന് ശനിയാഴ്ച ഡെലിവറൻസിന്റെ ദിവസമാണ്. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ വലിയ പ്രവർത്തികളുടെ സമയമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാനും, ബന്ധിതരെ മോചിപ്പിക്കുവാനും, പീഡിതരെ വിടുവിച്ചയക്കുവാനും, പ്രസാദവർഷം അറിയിക്കുവാനും, കുടന് കാഴ്ച കൊടുക്കാനും, ചിലരെ കേൾപ്പിക്കാനും, മുടന്തിനെ തുള്ളിക്കുവാനുമുള്ള ദൈവശക്തി. ഓ ഹല്ലേലൂയ. ഓ ജീസസ്. റാസേറ്റേ മഖാരാ സീൻഡ മാസേറ്റേരെ റീഠ മഖൂറാ സിയാറ്റേ ദീബ ഖലാസി. ഓ യേശുവേ. അസ്ബിയാറ്റേ മഖാല റീ അത്തോഷി ബിഖീരിയ മലാസേദേ. നന്ദി യേശുവിനുള്ളതിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു മറിയം എന്ന് പറയുന്ന ഒരു മാതാവിന്റെ ഭവനത്തിൽ ബേബി എന്ന് മരിച്ചുപോയ ഒരു വ്യക്തിയുള്ള ഒരു ഭവനത്തെ കർത്താവിനെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിന്റെ അകത്ത് തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് മങ്ങി നിൽക്കുന്ന അവസ്ഥകൾ, അതായത് മുന്നോട്ട് നന്മ കാണാൻ കഴിയാത്ത മൊത്തത്തിലൊരു മങ്ങിയ അവസ്ഥയാണ്. ഇന്ന് ആ ഭവനത്തിനെ കർത്താവ് ഇന്ന് സ്പർശിക്കുവാന്നുള്ളതിൽ തമ്പുരാൻ പറയുകയാണ്. അതായത് മറിയം എന്ന് പറയുന്ന മാതാവിന്റെ ഭവനത്തിൽ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തി, മരിച്ചുപോയൊരു വ്യക്തിയാണ്.
ജീവനുള്ള വ്യക്തിയല്ല. ഇന്ന് ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുവാന്ന് പറയുന്നു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. ആ ഭവനം ഏതാണോ മങ്ങിയ അവസ്ഥയിൽ നിന്നും ദൈവം ഇന്ന് ആ കുടുംബത്തെ ഇന്ന് കയറ്റാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ആ കൃപ വ്യാപരിക്കുന്നല്ലോ, ആ ഭവനത്തിന്റെ മേൽ കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവിന്റെ ശക്തി ആ ഭവനത്തിന്റെ മേൽ ഇന്ന് വെളിപ്പെടുക. ഇന്ന് ആ തകർന്ന ഭവനത്തെ ദൈവം പണിതെടുക്കുക. ആ ഭവനത്തിന്റെ അവസ്ഥകൾ ദൈവം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് സൂമിലോ ലൈവിലോ ആ ഭവനം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വ്യാപരിക്കുക. തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ബാക്കി എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് ആലോചന ഇടപെടുന്നവരൊഴികെ ബാക്കി എല്ലാവരും ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങൾ മൈക്ക്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്നോണേ, പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണേ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവേണ്ടതിന്, നിങ്ങളുടെ ഭവനത്തെ തൊടേണ്ടതിന് ദൈവം തന്റെ ആലോചനയാലും തന്റെ പ്രവൃത്തികളാലും ദൈവം തന്റെ സൗഖ്യത്താലും നിങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് നമ്മുടെ ലൈഫിന്റെ അകത്തൊരു ചേഞ്ച് ദൈവം തരാൻ വേണ്ടി പോവാ. ഓ യേശു, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എൻ്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഇന്ന് ആ തിരുകൃപ ഇന്ന് വ്യാപരിക്കുക, ഇന്ന് ആ തിരുകൃപ ഇന്ന് വ്യാപരിക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവെ, അങ്ങയുടെ കൃപ ഇന്ന് ഓരോ ഭവനത്തിന്റെ മേലും അങ്ങ് തൊടുന്നല്ലോ അപ്പ. അവരുടെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ 1980 ജനിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് കർത്താവാണ് പറയുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സീനറി, വീടിൻ്റെ ഹോളിൽ തന്നെ നമ്മുടെ ഒരു ചിത്രം, ഒരു സീനറി ആയിട്ടുള്ള ഈ പച്ചപ്പൊക്കെയുള്ള ഒരു ചിത്രം ആ ഒരു ഹോളിൽ ഞാൻ ആ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുക. ഈ നമ്മൾ ചില സ്വപ്നങ്ങളിലൂടെ ഭയപ്പെടുത്തുന്ന ചില മൃഗങ്ങളുടെ രൂപങ്ങൾ കണ്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ആ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കാതെ എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുവാനുള്ളൊരു കൃപ ഇന്ന് ആ വ്യക്തിയുടെ മേൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. കർത്താവിൻ്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ്. എല്ലാ ഭയപ്പാടുകളെയും തമ്പുരാൻ വിടുവിക്കുകയാണ്. എല്ലാ ആകുലകളിൽ നിന്നും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ കർത്താവേ, അങ്ങയുടെ കൃപ ആ വ്യക്തിയുടെ മേൽ സംഭവിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ദൈവം ഇന്ന് ഭവനത്തെ തൊടുവാണ്. ദൈവം ഇന്ന് അവസ്ഥകൾക്കകത്ത് വ്യത്യാസം വരുത്താൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ കൃപ പെരുകുന്നല്ലോ. കർത്താവിൻ്റെ കൃപ ആ ഭവനത്തിൻ്റെ മേൽ പെരുകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. പിതാവെ, അങ്ങ് തൊടുന്ന ദൈവമാണല്ലോ, അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണല്ലോ. യേശുവിന്റെ നാമത്തിൽ. ആലോചന ഇടപെടുന്നവർ സൂമിലാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാട്ടെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാൻ വേണ്ടിയാണ് പറഞ്ഞു. ഞാനാണ് ജനിച്ചത്. ഈ പറഞ്ഞ പോലെ ഒരു ചിത്രം സിസ്റ്ററുടെ 1980 ഞാനാണ് ബ്രദറെ ജനിച്ചത്.
ഈ ഉണ്ട് ബ്രദർ. സീനറി ഉണ്ട്. ഇത് ഈ ഭയപ്പാടുകൾ ഇതിനകത്ത് വാളില് സീനറി ഉണ്ട്. ആ ഭയപ്പാടുകൾ കൊണ്ടുവന്ന് ഞാൻ ചിലപ്പോ ഇങ്ങനെ കാണുമായിരുന്നു. എന്റെ കള്ളത്തിൽ കർത്താവ് പറയുന്നു, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുവാൻ മനസമാധാനത്തോടെ ഉറങ്ങുവാനുള്ള ഒരു കൃപ. ഞാൻ 2 ആഴ്ചയായിട്ട് എനിക്കില്ലായിരുന്നു പറഞ്ഞു. ഞാൻ 2 ആഴ്ചയായിട്ട് കുറച്ചൊരു ഡിപ്രഷൻ പോലെയൊക്കെ ആയിരുന്നു. അവസ്ഥയൊക്കെ ആയിരുന്നു. ഞാനിപ്പോ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. സിസ്റ്റർ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഓ യേശുവേ കർത്താവേ, ഇന്ന് കൃപ പെരുകുന്നല്ലോ. ഓ ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സിസ്റ്റർ, ഞാനൊരു കാഴ്ച എന്നെ കർത്താവ് എന്നെ കാണിക്കും. ഒരു മുറിക്കകത്ത് ഒരു കസേര ഇട്ടിരിക്കുന്ന, ഒരു മുറിയിൽ ഇങ്ങനെ ഒരു കസേര ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഒരു മുറിയിൽ ഒരു കസേര ഇട്ടിരിക്കുന്നു. ഞാൻ ആ മുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു വ്യക്തി, ആ മുറിക്കകത്ത് ആരാണോ ക്രയവിക്രയം ചെയ്യുന്നത്, ആ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളത്തില് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക, ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ചരടുകൾ പൊട്ടുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ കർത്താവ് കുടുംബത്തിൽ ഒരു ചരട് വലിച്ചു വെച്ചിട്ട് അതിങ്ങനെ മുറുക്കി, ആ മുറുക്കിയത് നിമിത്തം ഉണ്ടായ ചില വിഷയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് ബ്രേക്ക് ആകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ദൈവമേ അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. വലിയ കൃപ ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിനത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉയർച്ച സംഭവിക്കാൻ വേണ്ടി പോവാ. ഭവനത്തിന്റെ മേൽ ഉയർച്ച സംഭവിക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. സിസ്റ്റർ, ഞാനൊരു പെൺകുട്ടിയെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എല്ലാം എൻ്റെ ഉള്ളത് കണ്ടുകൊണ്ടിരിക്കുക. എന്റെ ഉള്ളത്തിൽ കർത്താവ് 2 പെൺപിള്ളേരാണ്. 2 പെൺപിള്ളേരാ. 2 പെൺപിള്ളേരാ ബ്രദറെ. ഒരാളുടെ കല്യാണം കഴിഞ്ഞു, ഒരാൾ UK ഉണ്ട് ബ്രദറെ, ഒരാൾ ദുബായിലാണ്. കേട്ടെ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് കർത്താവ് ഇന്ന് ആ പെൺ തലമുറയുടെ മേൽ പ്രത്യേകിച്ച് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ ഒരു പെൺ തലമുറയുടെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു മുറി ഞാൻ കാണുക. ഒരു പെൺതലമുറയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു മുറി ഞാൻ കാണുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ, കർത്താവെ ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നല്ലോ. ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ ഇന്ന് ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി, ഫലം കായ്ക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ, അത്ഭുതകരമായ പ്രവൃത്തിക്കായി തുറക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ ഇന്ന് സംഭവിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും, നമ്മൾക്ക് നാളെ ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. UK പ്രത്യേകിച്ച് ഹീത്രൂ എയർപോർട്ടിനടുത്ത്, ലണ്ടനിൽ ഹീത്രൂ എയർപോർട്ടിൻ്റെ അടുത്ത്, അവിടെ ആ ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ അതിനിടെ കുറേ പേര് ചോദിച്ചു, കുറച്ച് ആൾക്കാർ ചോദിച്ചു അവിടെ എവിടെയാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ ഞാൻ ഷെയർ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. കാരണം വെച്ചാൽ അവർ കാർ പാർക്കിംഗ് റിസപ്ഷനിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യണം. ആ ടൈം നിങ്ങൾ 10 to 2 വരെയോ ആ നമ്പർ എൻ്റർ ചെയ്യണം. കയറി വരുമ്പോഴേ ആ ഹോട്ടലിൻ്റെ പാർക്കിംഗ് അവിടെ തന്നെയുണ്ട്. വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അഡ്രസ്സിലേക്കോ ആ നമ്പറിലേക്കോ ബന്ധപ്പെട്ടാൽ മതി. അവർ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് ഇത് ഉപകാരപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ അങ്ങയുടെ വീര്യപ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ. ഇന്ന് കർത്താവേ, ഇന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, ഇന്ന് എനിക്കൊരു ദൈവപ്രവൃത്തി ആവശ്യമാണ്, ഇന്ന് എനിക്കൊരു വഴിത്തിരിവ് ആവശ്യമാണ് എന്ന് പറയുന്നവർ യേശുവിന്റെ നാമത്തിൽ, ജീസസ് ക്രൈസ്റ്റ്.
ഹല്ലേലൂയ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നുള്ളത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. ഇത് കേട്ടോണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചു കേട്ടോണേ, ഈ ആലോചന കേട്ടോണ്ടിരിക്കുന്ന ഒരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആലീസ് എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആലീസ് എന്ന് പറയുന്ന ചേച്ചിയുടെ ആദ്യത്തെ തലമുറ ആൺ തലമുറയാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു നിയോഗം കർത്താവ് ഇന്ന് കൈമാറുകയാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആലീസ് എന്ന് പറയുന്ന ചേച്ചിയുള്ള മൂത്ത തലമുറ ആണായിട്ടുള്ളത് ഏത് വ്യക്തിയാണോ ഇന്നിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ഈ ജനുവരി മാസവുമായിട്ട് വലിയൊരു ബന്ധമുള്ള ഒരു ഫാമിലിയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ അവസ്ഥകൾക്കകത്തൊരു ചേഞ്ച് വരുത്തുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ സഹായം ആ കുടുംബത്തിന് ആവശ്യമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ഒരു സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവുക. നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ? ബ്രദറെ, എന്റെ ചേച്ചിയുടെ പേര് ആലിസ് എന്നാണ്. ചേച്ചിയുടെ മോന്റെ പേര് ഒരു മോനാണ്, മൂത്തത് മോനാണ്. അവര് വിശ്വാസത്തിൽ വന്നിട്ടില്ല. സിസ്റ്ററെ, നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നിയോഗം തരുമോ? നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ യേശുവിന്റെ സാക്ഷിയായിട്ട് വരും കേട്ടോ. പ്രത്യേകിച്ച് ജനുവരി എന്നുള്ള മാസവുമായിട്ട് ആ കുടുംബത്തിന് വലിയൊരു പങ്കുണ്ട്. ഓ യേശുവേ, ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് വ്യാപരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏറ്റെടുത്ത സിസ്റ്ററെ, കുടുംബത്തെ വിടിവിക്കാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകും കേട്ടോ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്ന പരിശുദ്ധാത്മാവേ, ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ പ്രയർ സ്റ്റേഷന്റെ പ്രാർത്ഥനകൾ ഇതെല്ലാം ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. നമ്മുടെ പ്രയർ സ്റ്റേഷന്റെ പ്രാർത്ഥനകൾ ഈ വരും ദിവസങ്ങളിൽ ജനുവരി നമ്മൾ പ്രാർത്ഥനകളെ ക്രമീകരിക്കാൻ വേണ്ടി പോകുന്നു. കൊല്ലത്തും കോട്ടയത്തും നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയത്തിരിക്കുക വന്നത് ആളുകൾ അറിഞ്ഞു കേട്ട് വരുന്നുള്ളെന്ന് തോന്നുന്നു. കൊല്ലത്തുള്ളവർ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ അതിനകത്ത് പേര് പറയേണ്ട, എണ്ണം പറഞ്ഞാൽ മതി. അതനുസരിച്ച് ഹോൾ ക്രമീകരിക്കേണ്ടതാണ്. ഈ മാസം തന്നെ വരുന്ന ഒരു 2-3 ആഴ്ചക്കകത്ത് തന്നെ പ്രാർത്ഥന കൊല്ലത്ത് ക്രമീകരിക്കാൻ വേണ്ടി പോവാണ്. കോട്ടയത്തും അതുപോലെ തന്നെ. അപ്പോൾ പ്രാർത്ഥനയിൽ അത് 2 രീതിയിലാണ് പ്രാർത്ഥന. അന്യഭാഷ പ്രാർത്ഥനയും പ്രവചനാലോചനയും ദൈവ പ്രവർത്തികളുടെയും മിക്സഡായിട്ടുള്ള ശുശ്രൂഷയാണ് ദൈവാത്മാവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയോടെ തന്നെ വരിക. അപ്പോൾ കോട്ടയത്തിൻ്റെ അടുത്ത ഭാഗത്തുള്ളവരും ഒക്കെ അതിൽ പങ്കുചേരുക. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. ദൈവാത്മാവിന്റെ അമിത കൃപ ഇന്ന് വ്യാപരിക്കും. എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, ഓ ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച്. അന്യഭാഷ വരമില്ലാത്തവർ ഈ സമയത്ത് ആഗ്രഹിച്ച് അന്യഭാഷ നമുക്ക് വേണം. അന്യഭാഷാ വരം തമാശയല്ല. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് ഒരു വാക്ക് പോലും മനസ്സിലാകത്തില്ല. അന്യഭാഷ നമ്മൾ വാഗൊണ്ട് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഭാരങ്ങൾ അവൻ വിതയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് മനസ്സിലാകാത്തൊരു ഭാഷ, ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു ഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി സംഭവിക്കും. ഓ, ഇന്ന് എല്ലാവരും അല്പനേരം അന്യഭാഷയിൽ, ഹല്ലേലൂയ, അല്പനേരം അന്യഭാഷയിൽ. ഓ യേശുവേ, റീഖാമ നസി ഖേരിയാന്തരി അർത്തിന ലിംഖാറക സിയാന്തരി അർത്തന റീഖ. അന്യഭാഷയിൽ മ്യൂട്ടുകളെ മാറ്റി ഒന്ന് പ്രാർത്ഥിച്ച്, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓറാ ഖേമാന അർത്തിയാന സിംഖന റാൽഖേന സൈറ്റ റീഖ ബാറോച്ചി അർബിയന റാറ്റുബോ ഖോറകെ മാനകെ സേതകെ റാൽക്കേരിയ അർത്തിരിരി ഹൂറിക ബാബാ ശംബഖാഡ ദർ ഖിമാന അർതു റീഖിന ലാഖു റമിഖേന അസ്തീരിയ മാർക്കേനിയ ലാംതേരിയ റാസേരിയ ഉഡാറ ബെൻഗറ സെനാറ്റേരി ഹഡദരികമന ഉഡബന ബഡദരികമന ഹഡദരികമന ഹുഡദരി ഗമന അർത്തിയ റഹിബ സിയാന്തരി ഗ്ലാസിയാന്തരി ഓരിഖില മസ്തിതിരിയ ദദേരിക ബഡദരിക മന ഖഡദരിക ബാറക ദേരിക ദാ റീഖ മമ സെന്താരിയാന്തരി നസാത ബ്രാകച ബ്രാകെ സിയാന്തരി ഓ റീഖ ബാബാ ബാബാ ശബ ലബ റീഖ ബാബാ റഖ ബാബാ ശംബകാര ബസ്കന റിയാന്തരി. ഓ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ റോശേലി ബാറകേമ സ്വാകറ്റേബരിയാന്തരി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
നാമത്തിൽ ഈ കഴുത്തിന്റെ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴുത്തിന്റെ അവിടെ വേദന ഉള്ളവർ, പ്രത്യേകിച്ച് ആ ഞരമ്പിന്റെ ഒരു പ്രോബ്ലമാണ്. കഴുത്തിന്റെ അവിടുന്ന് താഴോട്ട് വേദന ഉള്ളവർ ആരെങ്കിലും ഉണ്ടാകത്തുണ്ടോ? സൂമിൽ കൂടുന്നവരുണ്ടോ? കഴുത്തിന്റെ അവിടെ ആ കൈ എടുത്തു വെച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈ എടുത്തു വെച്ച്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് റോസേറ്റബ കൈ എടുത്തു വെച്ച് ഇപ്പോൾ തന്നെ ആ വേദനയുള്ള ഭാഗത്ത് ആ ഞരമ്പുകളെ ഇന്ന് കർത്താവെ, ഞരമ്പുകളെ കൈയുടെ വേദനയ്ക്കുള്ള കൈവച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗശക്തി ഞങ്ങൾ ഇറക്കി വിടുന്നപ്പോ കർത്താവെ, വേദന ഇന്ന് വർദ്ധിപ്പിച്ച് പ്രിയ കർത്താവെ, ശരീരത്തിന് മേൽ ദണ്ണനെ ഉണ്ടാക്കുന്ന വേദനകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. യേശുവേ, ആ രോഗശക്തി ഇറങ്ങിപ്പോട്ടെ, ആ രോഗബന്ധനം ഇറങ്ങിപ്പോട്ടെ, രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മ ശക്തികൾ ഓർ ജീസസ് കരാറീമസ് ചെറുതിൽ തുടങ്ങി വലിയൊരു വേദനയാക്കി ജീവിതകാലം മുഴുവൻ കർത്താവെ വേദനയുള്ള വ്യക്തിയാക്കി ഇടാൻ നോക്കുന്ന പിശാചിന്റെ പ്രവൃത്തി ഞങ്ങൾ ഇപ്പോൾ ആത്മാവിൽ വെട്ടുക. Oh, in the name of Jesus. കൈവച്ച് ആ വേദന ഉള്ള ഭാഗത്ത് കൈവച്ച് ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദന വേരോടെ ഇറങ്ങുക, വേരോടെ മാറുക യേശുവിന്റെ അടിപ്പിണരുകളാൽ, ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ. ജീസസ് റീഖ സുഖ റാഖീസ് മനാലിയാദിരി അർത്തിമാ ഖെനാലിയാ സഖേനിയാദിരി. ജീസസ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിച്ച വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. ബ്രദറെ, എനിക്ക് വേദന ഉണ്ടായിട്ടുള്ള 2 എല്ലുണ്ടല്ലോ, അതിലൊരെല്ല് വലുതുമാണ്. ഇപ്പൊ എനിക്ക് ഇപ്പോഴും വേദന. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ ഉണ്ടായത്? ശരീരം മൊത്തം വലിഞ്ഞു മുറുക്കി എനിക്ക് വല്ലാത്തൊരു പ്രയാസം വന്നു. പക്ഷെ വേദന ഇല്ല, എനിക്ക് ഇപ്പൊ വേദനയില്ല. ഇപ്പം വേദനയില്ല. ഓ യേശുവേ, എന്നാ സംഭവിച്ചത് സിസ്റ്റർ? 2 എല്ല് ഒന്നുകൂടെ പറയാവോ? ഫ്രണ്ടിലുള്ള കഴുത്തിന്റെ താഴെയുള്ള 2 എല്ലിൽ ഒരു എല്ല് വലുതാണ്, വലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ പോകുന്ന ഞരമ്പിനും ഭയങ്കര വേദനയുണ്ടായിരുന്നു. ഇപ്പൊ വേദനയില്ല. പ്രാർത്ഥിച്ചപ്പോ ശരീരത്തിന്റെ അകത്ത് വലിഞ്ഞു മുറുകുന്ന ഒരു അനുഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. ഓ, അതൊക്കെ ഉണ്ടായി. ശരീരം മൊത്തവും കഴുത്തൊക്കെ അങ്ങ് വെട്ടി ഭയങ്കര മുറിവ് കണക്ക്, ഭയങ്കര വലിഞ്ഞു മുറിവി, ഭയങ്കര ഇതായിരുന്നു എനിക്ക് ഈ പ്രാർത്ഥിച്ച സമയം. ഇപ്പൊ വേദന മാറി. ആ വേദനയുടെ ദുരാത്മാവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ കേട്ടോ. ശരീരം മുഴുവൻ വലിച്ചു മുറുക്കി ശരീരത്തിന്റെ അകത്ത് വേദന ഇട്ട പിശാചിന്റെ ശക്തികൾ ഇറങ്ങിപ്പോയതാണ്. ഇപ്പൊ ഒട്ടും വേദനയില്ല അല്ലേ? എത്ര നാൾ സിസ്റ്ററെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരു 1.5 കൊല്ലം കണ്ടോ? യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ തിരുമുറിവിനാൽ ലഭിച്ച അത്ഭുത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടുത്ത ചെക്ക് ചെയ്തേ. ഇന്ന് രോഗവുമായിട്ട് ഇരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. ഇന്ന് യേശുവിന്റെ അകത്ത് മറ്റു ചെക്ക് ചെയ്തേ. ഇന്ന് പ്രാർത്ഥന വേദന ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഒന്ന് ചെക്ക് ചെയ്തേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ഇപ്പൊ കുറച്ചു മുമ്പേ എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഓ, ഇപ്പൊ മാറ്റമുണ്ട്. ഇപ്പൊ സിസ്റ്റർക്ക് കഴുത്തിന് വേദന മാറ്റമുണ്ട്, നന്നായിട്ട് മാറ്റമുണ്ട്. ഓ, എത്ര നാളെ സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? 5-8 മാസത്തിൽ കൂടുതലായി. ഓ, ഇൻ ദ നെയിം. ഇപ്പൊ നോക്കിയപ്പോ വേദനയില്ല. ഓ, യേശു അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ധൈര്യമായിട്ട് ചെക്ക് ചെയ്തേ. കഴുത്ത് തിരിച്ചു മറിച്ചു ഒക്കെ നോക്കിക്കേ. ഒന്ന് നോക്കിക്കേ ആ വേദനയുള്ള ഭാഗത്ത്. പറഞ്ഞു. കഴുത്തിന് തേമാനായിരുന്നു, 8 വർഷത്തോളം ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്കിങ്ങനെ ഭയങ്കര കഴുത്തുവേദന, ഞരമ്പിന് ഇങ്ങനെ
കൈയുടെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഒരു വലത് കൈവശം മൊത്തം വേദനയായിരുന്നേ. അപ്പൊ ഞാൻ ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ അതിങ്ങനെ ആ സമയത്താണ് ബ്രദർ പറയുന്നത് കഴുത്തിന് പ്രയാസമുള്ളവര് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്നേരം ആ വേദന ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ ഇറങ്ങി. പിന്നെ ആ വേദന ഇല്ല. ഓ ഇപ്പൊ ഒരു യേശു, കുഴപ്പമില്ല. 8 വർഷമായിട്ടുണ്ടായിരുന്ന വേദന തേയ്മാന നിമിത്തം 8 വർഷമായിട്ടുണ്ടായിരുന്നു മരുന്ന് വെച്ചിട്ട് മാറ്റമില്ലായിരുന്നു. ഇല്ല. ആ ഡോക്ടർ പറഞ്ഞേക്കണേ 1 കിലോ മീൻ പോലും 4 പ്രാവശ്യമായിട്ട് വെട്ടണം എന്നാ ഓ പറഞ്ഞു. എന്റെ യേശു, പക്ഷെ കേട്ട കൃപ കേട്ട കർത്താവിന്റെ. മീൻ വെട്ടണേ ഇതൊരു പോലും 4 കുഴപ്പമില്ല. പ്രാവശ്യം എടുക്കും. 1 കിലോ മീൻ വെട്ടണമെങ്കിൽ 4 തവണയായിട്ട് വെട്ടാവോളൂ എന്നാ പറഞ്ഞേക്കുന്നത്. അതിങ്ങനെ നോക്കിയിരിക്കാൻ മേല. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കൈക്കൊക്കെ വേദന ഇല്ലാ. കഴുത്തിന്റെ വേദന കൈക്കും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ വേദന പ്രാർത്ഥിച്ചപ്പോ രണ്ടും മാറി. ആ രണ്ടും മാറി. ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ ഇറങ്ങി. പക്ഷെ പിന്നെ ആ വേദന ഇല്ല ഇപ്പൊ. കണ്ട, വേദനയുടെ ശക്തികൾ ഇറങ്ങി പോകുന്നതാണ് നമുക്ക് ശരിക്കും അറിയാം. ശരിക്കും അറിയാൻ പറ്റി ഇറങ്ങുന്നല്ലേ? എനിക്കറിയാൻ പറ്റി. അന്നേരം കണ്ടോ, ബ്രദർ പറഞ്ഞത് ആ വേദനയുടെ ശക്തികൾ ഇറങ്ങി പോകുന്നത് അറിയാൻ പറ്റി. 8 വർഷമായിട്ട് ഡോക്ടർ പറഞ്ഞു തേയ്മാനമാണെന്ന് പറഞ്ഞത്. ഒരു മീൻ വെട്ടണേ പോലും 4 പ്രാവശ്യമായിട്ട് വെട്ടണം. കൈക്കും പെടലിക്കും ഒരേ വേദന, തേയ്മാനം. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ലേ, ശരീരത്തിൽ എന്താ ഇറങ്ങി പോകുന്നത് പോലെ ഫീൽ ചെയ്തു. ആ രോഗശക്തി അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം രോഗമല്ലായിരുന്നു, അതിന്റെ പിന്നവുകൊണ്ടാണ് മരുന്ന് കഴിച്ചിട്ട് മാറാത്തത്. രോഗശക്തിയാ. ഇപ്പൊ പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിച്ചു അല്ലേ? പൂർണ്ണ ഓ സൗഖ്യം. യേശുവിന്റെ അത്ഭുത കൃപയ്ക്ക് നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. വേദനയായിട്ട് ഷോളർ ഇങ്ങനെ കട്ട് കഴിക്കും എനിക്ക്. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോഴും ഞരമ്പിന് പ്രയാസമായിട്ട് ഇങ്ങനെ മരയിപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ സമയത്ത് യാതൊരു കുഴപ്പവും ഇല്ല. കൈയുടെ ആ വേദന പെട്ടെന്ന് അത് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഓ 8 വർഷമായിട്ടുണ്ടായിരുന്ന ദണ്ഡനമാണ് കർത്താവ് വിടുവിച്ചത്. യേശുവിന്റെ അധികാരം കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തിയ ടൈമിൽ തന്നെ സൗരി പറയുക, വേദനയാൽ ഭാരപ്പെടുമായിരുന്നു, തമ്പുരാനെ തൊട്ടു. യേശുവിന്റെ അധികാരമുള്ള സിസ്റ്റർ, ഞാനിത് പ്രാർത്ഥിക്കുവാൻ ഉള്ളത്തിൽ പറയുന്നു. ഒരു ബെന്നി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉള്ളത് തമ്പുരാൻ നിർബന്ധം പറയുക. നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. ബെന്നി മുഖാന്തരം കുടുംബത്തിന്റെ അകത്തൊരു നന്മയുടെ വാതിലിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാ. കേൾക്കുന്നുണ്ടോ? ബെന്നി മുഖാന്തരം കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി എന്ന് വേർതിരിക്കുന്നപ്പ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ്, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ചെക്ക് ചെയ്തേ? എനിക്ക് തലേന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം തരിപ്പ്, ലെഫ്റ്റ് സൈഡ് മൊത്തം കഴുത്ത് കൈമയ്ക്കൊക്കെ തരിപ്പ് വരായിരുന്നു. കുറെ വർഷങ്ങളായിട്ടുണ്ട്, 10 വർഷത്തിലൊക്കെ മേലെയുണ്ട്. അത് എന്തെങ്കിലും ചെറിയ ടെൻഷനൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ കൂടും. AC-യിൽ ഇരുന്നാൽ കൂടും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഈ കഴുത്ത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ജസ്റ്റ് കേറിയുള്ളൂ, അപ്പാണ് ഇത് പറഞ്ഞത്. അപ്പം ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കായിരുന്നു. ഇപ്പൊ തരിപ്പ് ഇറങ്ങി ഇങ്ങനെ കൈപ്പത്തിയിലൊക്കെ വന്ന് നിക്കണ പോലെ ഒരു ഫീലിംഗ് ആയിട്ടുണ്ട്. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? വേദന കുറഞ്ഞു. ഇവിടുന്ന് ഇങ്ങനെ തലേന്ന് അങ്ങനെ ഒരു തരിപ്പ് പോലെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണ ഒരു ഫീലിംഗ് ആണ്. അത് ഇറങ്ങി പോകട്ടെ യേശുവിനെ. അതിൽ 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദന ഇറങ്ങുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന ഫീൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന അടയാളമാണത്. ആ തരിപ്പ് കഴുത്തേ നിന്ന് ഇറങ്ങി 10 വർഷമായിട്ടുണ്ടായ തരിപ്പാണ്. അത് ഇറങ്ങിപ്പോയി. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തിന് നന്ദി. ഇനി ധൈര്യമായിട്ട് ദൈവത്തെ ആരാധിച്ചത് കേട്ടോ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സ്ട്രേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്ത ആള് ചെക്ക് ചെയ്തേ, ഒന്ന് ചെക്ക് ചെയ്തേ. തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത. ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ യേശുവിന്റെ അത്ഭുത സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോ ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. സാക്ഷ്യമുള്ളവർ പറഞ്ഞോണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയാനുള്ള ചാടി പറഞ്ഞോണം. പറഞ്ഞു എനിക്ക് എന്റെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു സിസ്റ്റർ. തലേന്ന് മുതല് ബ്രദറെ 3-3.5 വർഷമായി തുടങ്ങിയിട്ട് എനിക്ക് കഴുത്തിന്റെ പെടലി അങ്ങോട്ട് തിരിക്കാൻ മേല. ഞാനിപ്പോ 7 ദിവസം തിരിച്ചു എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് തൊഴിൽ മുമ്പ് എനിക്ക് ഇറക്കാം ബ്രദറെ. എനിക്ക് വേണ്ടി കേൾക്കുന്നില്ല സിസ്റ്ററെ? വേദനയാൽ ഭാരപ്പെടുന്നാണ് പറഞ്ഞത്. വലിച്ചിലാണ്
എനിക്ക് കയൽക്കൂട് സൈഡിലിട്ട് തലമുടി കെട്ടുന്ന ആ ഭാഗത്ത് പോലെ നിർഗന്ധ പോലെ താഴെ വരെ 3 വർഷമായി തുടങ്ങിയിട്ട് ഒത്തിരി മരുന്നിട്ട് ഒരു കുറവും എനിക്കുണ്ടായിട്ടില്ല എന്ന് വരെ. ഇന്ന് കൈവച്ചു സിസ്റ്ററെ, തിരിക്കാനല്ല ബ്രദറെ, ഇപ്പൊ കൈവച്ചിട്ട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ, പോലും കഴിക്കാന്നല്ല ഉമ്മീരൊക്കെ കഴിച്ചു. കർത്താവേ യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചേ. കർത്താവെ, എനിക്ക് ഓടി നടന്ന യേശുവിന്റെ സാക്ഷിയാണ്. രോഗം ദൈവത്തിൽ നിന്നല്ല, രോഗം യേശു തരുന്നതല്ല, ദൈവം രോഗം തരുന്ന ആളല്ല, ദൈവം സൗഖ്യദായകനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്. ഇപ്പോൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഒന്ന് ചെക്ക് ചെയ്ത് യേശുവിന്റെ നാട്ടിൽ ചെക്ക് ചെയ്ത് റീ അസെന്റ് ഹസിയാന്തരി യേശുവിന്റെ നാമത്തിൽ ചെക്ക് ചെയ്ത് അത്ഭുത സൗഖ്യം നിറയുക, അത്ഭുത വിടുതൽ നിറയുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ ചെക്ക് ചെയ്തേ, ആ വേദന ഒന്ന് ചെക്ക് ചെയ്തേ, തിരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേ, തിരിച്ചു മറിച്ചു വെക്കാൻ നോക്കിക്കേ. യേശുവിന്റെ അത്ഭുതം എന്ന് വ്യാപരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചെക്ക് ചെയ്തോണ്ടിരുന്നേ. വലിച്ചിലായിരിക്കുമോ അത് യേശു? സിസ്റ്ററെ കൽപ്പിച്ചേ, ഞാൻ പറഞ്ഞ കേട്ടെ, കൽപ്പിക്ക്. യേശുവിന്റെ രോഗത്തെ വഹിച്ചു, കൽപ്പിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് കണ്ടോണം, ഇപ്പോൾ തന്നെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ കാണാൻ വേണ്ടി പോവുക. കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇതിന് ശേഷം ഞാനിപ്പോ കറങ്ങി വരുന്നുണ്ട്, ഞാൻ ചോദിക്കും. അടുത്തയാളെ ചെക്ക് ചെയ്തിട്ട് നോക്കിക്കേ. ഇന്ന് ശരീരത്തിന്റെ ഒരു പൂർണ്ണ സൗഖ്യം എനിക്ക് ഉണ്ടായെന്ന് പറയുന്നവർ, എന്റെ ശരീരത്തിന്റെ മേൽ ഒരു അത്ഭുതത്തെ കർത്താവ് സൃഷ്ടിച്ചു എന്ന് ചെക്ക് ചെയ്ത്, ഉറപ്പായിട്ടും കർത്താവിന്റെ പ്രവൃത്തി അവിടെ സംഭവിച്ചിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാനുള്ളവരാണോ മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നത്? ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഭയങ്കര ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ജനങ്ങളൊന്ന് ഓർത്തൊന്ന് കിടന്നുകൊണ്ട് കേൾക്കാന്ന് ഓർത്തു, അതുപോലെ അങ്ങ് ക്ഷീണമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് നല്ലതായിട്ടൊരു എനർജി വന്നിട്ടുണ്ട്. യേശുവെ, കർത്താവ് കൊടുത്ത ബലത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തയാളെ ചെക്ക് ചെയ്തേ. കേക്കാം, പറഞ്ഞു. എനിക്കും ഈ പുതുവർഷം 1-ാം ദിവസം മുതൽ തുടങ്ങിയതാ വേദനയും ഗ്യാസ് കയറ്റവും. എനിക്കൊന്നും കഴിക്കുന്നില്ല 1-ാം ദിവസം മുതൽ, ഈ പുതുവർഷം മുതൽ ഇന്ന് വരെ. ഇന്ന് എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നു. ഉൾട്ടി ഛർദിക്കാൻ വരുവാ, ഛർദി വരുന്നില്ല, വെള്ളം കുടിക്കാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ. എനിക്ക് ഒത്തിരി പ്രയാസമായി കിടന്നുകൊണ്ട് കേൾക്കാൻ. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റിയത്? ഞാനിത് കേട്ട് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അത്ഭുതം. ഒരു മിനിറ്റ്, നിങ്ങൾ ഒരു നിമിഷം ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. കർത്താവിന്റെ അത്ഭുത. സിസ്റ്ററെ, ഈ രോഗികളായി ഭാരപ്പെടുന്നവർ ശ്രദ്ധിച്ചോണം. ഈ കൂട്ടത്തിൽ നിങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരുന്നോണം. കർത്താവിന്റെ അത്ഭുത സൗഖ്യം ഈ ശരീരത്തിന്റെ മേൽ നിറയും. യേശു എന്റെ രോഗത്തെ വഹിച്ചതാ, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നതാ എന്നുള്ളത് കർത്താവ് ഒരു വാക്ക് പറയുക. ഈ ഫയല് പോലത്തെ ഒരു സാധനം പിടിച്ചുകൊണ്ട് തുളസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൾക്ക് വേണ്ടി ഈ കൈമാറുന്ന ഒരു കാഴ്ച ഞാൻ കാണും. ഒരു ഫയല് അതിങ്ങനെ നമ്മുടെ ഈ കുറേ, അതായത് സാധാരണ ഫയലല്ല, ഈ കുറേ എഴുത്തുകൾ എഴുതി വെച്ചിരിക്കുന്നത് പോലെയുള്ള എഴുത്തുകൾ എഴുതാൻ പറ്റുന്ന ഫയല്, അതായത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഫയലല്ല, നമ്മുടെ ഈ ബുക്ക് കൊണ്ടുള്ള ഫയലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫയല് കൈമാറുന്ന ഒരു കാഴ്ച, തുളസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൾക്ക് കൈമാറുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കും. അതൊരു സാക്ഷ്യമാണ്. ദൈവത്താൽ ഇടപെടാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഈ തുളസിയുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ഡോക്യുമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള വ്യക്തി ആരാണോ, ദൈവത്താൽ ഒരു കൺഫർമേഷൻ കർത്താവ് തുറക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ സംഭവിക്കുകയാണ്. നിങ്ങൾ ആ വിഷയത്തെ ഓർത്തിന് ഭാരപ്പെടേണ്ട. ആ വ്യക്തി മുഖാന്തരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവിന്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. യേശുവേ, ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ.
ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ പറയാനുള്ളവരാണെങ്കിൽ മാത്രം. ഹലോ ബ്രദറെ, ഞാൻ പറഞ്ഞോണ്ട് കട്ടായി പോയി ബ്രദറെ. എനിക്ക് വേദനയല്ല ബ്രദറെ, എനിക്ക് ഉച്ചകൊള്ളങ്ങാതെ ഒരു വലിച്ചതാ ബ്രദറെ. എന്റെ പയൻകോടിന് എല്ലാം പ്രശ്നമാണ് ബ്രദറെ, നാട്ടിലെല്ലാം ഈ കയ്യിലെല്ലാം വലിച്ചതാ. എനിക്ക് വേദനയല്ല, വലിച്ചതാ. ഞാൻ 7 ദിവസം തിരിച്ചു, അതിന് 21 ദിവസമായിട്ട് എനിക്ക് യാതൊരു കുറവില്ല. എനിക്ക് ഉമ്മേരെ ഒരു ഇറക്കമേല. സിസ്റ്റർ വേദനയാൽ ഭാരപ്പെടുവാണോ? ചെല്ലാൻ പാടില്ല. കേട്ടെ സിസ്റ്റർ, വേദനയാൽ ഭാരപ്പെടുവാണോ? അല്ല, എനിക്ക് വലിച്ചതാ. അല്ല, ഈ വലിച്ചില്ലാൽ ഇപ്പൊ ഭാരപ്പെടുവാണോ? അല്ല, വേദനയല്ല ബ്രദറെ, വലിച്ചതാ. അതെ അതെ. സിസ്റ്റർ, ഈ കൂട്ടത്തിൽ കൽപ്പിച്ചുകൊണ്ടിരുന്നോണം. ഈ കൂട്ടത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ ദൈവം പ്രവർത്തിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മേലും കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ സമയത്ത് കാത്തിരുന്നോണം. അടുത്ത ഊഴം എന്റേതാന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണം. ഞാൻ ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു സാക്ഷ്യം പറയും. ആമേൻ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയേണ്ട ടൈമല്ല. നിങ്ങൾ ഈ സമയത്ത് ദൈവപ്രവൃത്തികളെ സ്വീകരിക്കേണ്ട സമയമാണ്. ശ്രദ്ധിച്ചോണേ. ഭയങ്കരമായൊരു ദൈവസാന്നിധ്യം നമ്മുടെ തുടക്കം മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ സമയത്ത് കൽപ്പിച്ചോണം, കർത്താവ് എൻ്റെ ശരീരത്തിൽ ഇന്നൊരു സാക്ഷ്യമാകും. ദൈവം ഇടപെടും, ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതോടൊപ്പം തന്നെ ഈ രഘു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. രഘു എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് തലമുറകളുടെ മേൽ തടസ്സമായി നിൽക്കുന്ന, അവരുടെ ഭാവിയെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒരു നുകം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുന്നടനുള്ളത് പറയുകയാണ്. രഘുവിൻ്റെ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഏതാണോ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാണോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, നന്മ ആ കുടുംബത്തിന്റെ മേൽ നിറയട്ടെ, ദൈവപ്രവർത്തികൾ നിറയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. യേശുവെ, ഇന്ന് രഘുവിന്റെ ഭവനത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുക കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ, യേശുവെ, കുടുംബത്തിന്റെ അകത്തുനിന്നും ദൈവാത്മാവിന്റെ. എന്റെ വീടാണ്. സിസ്റ്ററുടെ വീടാണോ? എന്റെ ഹസ്ബൻഡിന്റെ പേര് രഘു. മക്കള്, ഒരു മോളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, മകൻ ഡൈവോഴ്സായി നിൽക്കുന്നു. ഇന്ന് തലമുറകളുടെ ഭാവി അടച്ചത് രഘുവിന്റെ ഭവനമായതല്ലേ? അതെ. യേശുവെ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. ആ തലമുറകളെ ബന്ധിച്ചിട്ടെടുക്കുന്നവൻ, അതവരുടെ ഭാവിയെ തകർത്തു മുടിപ്പിച്ചത് ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ, കർത്താവെ, വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ആ തടസ്സങ്ങളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജൂൺ മാസം കർത്താവ് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ചേട്ടന്റെ ജന്മദിനം ജൂണിലായിരുന്നു, ചേട്ടന്റെ ജന്മദിനം, ഭർത്താവിന്റെ. യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ വലിയ പ്രവൃത്തി. സിസ്റ്റർ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? യേശു ജീവിക്കുന്നു. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുക, കർത്താവിന്റെ ശക്തി വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ സഹായം തലമുറകളെ, ഇന്ന് അവരുടെ ജീവിതത്തെ ഇന്ന് തകർത്തതിനെ, മുടിപ്പിച്ചതിനെ ഇപ്പോൾ ആത്മാവിൽ ഞങ്ങൾ ബന്ധിക്കുന്നപ്പ. ദുഷ്ടപിശാചെ, കുടുംബം വിട്ട് ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. തലമുറകളുടെ ഭാവിക്ക് വിരോധമായി പൊങ്ങി നിൽക്കുന്ന സകല മുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോട്ടെ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ സിസ്റ്ററെ. വലിയ കൃപ വ്യാപരിക്കുക കേട്ടോ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞാൻ ഉള്ളത്തെ കർത്താവ് പറയുന്ന കുടുംബത്തിന്റെ അകത്ത് ഒരു ബാഗിന്റെ അകത്ത് പൊട്ടിപ്പോയിട്ടുള്ള
ഒരു സ്വർണത്തിന്റെ ഈ മാല പോലെ ഇരിക്കുന്ന ഒരു സംഭവം. പക്ഷെ ആ വെച്ചിരിക്കുന്ന ആളുടെ അല്ല, അത് മറ്റൊരാളുടെ, കുടുംബത്തിലുള്ള മറ്റൊരാളുടെയാണ് അത് വെച്ചിരിക്കുന്നത്. ആ ബാഗിന്റെ അകത്ത് ഇതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വെച്ചിരിക്കുന്ന ആൾ ഉപയോഗിക്കുന്നതല്ല, ആ പൊട്ടിയിരിക്കുന്നത് മറ്റൊരാളുടെയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അതാരാണോ ഈ ബാഗിന്റെ ഉടമസ്ഥൻ, ഇപ്പോൾ തന്നെ കർത്താവ് എന്നോട് ഉള്ളത്തിൽ പറയുന്ന ഒരു അടയാളമായിട്ട് എന്നെ ഉള്ളത്തിൽ പറയുന്നു, ആ ഭവനത്തിന്റെ മേൽ നിങ്ങളെ ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ഇപ്പോൾ തന്നെ കർത്താവെ ഞങ്ങളുടെ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ, ആ വ്യക്തി യേശുവിന്റെ നാമത്തിൽ നിന്ന് എവിടെയാണോ ഇരുന്ന് കേൾക്കുന്നത്, ഈ സൂമിലോ പ്ലാറ്റ്ഫോമിൽ ഏതിലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുക, കർത്താവിന്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുക. നിങ്ങളെ ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുക, ദൈവത്തിന്റെ സാക്ഷിയാക്കി ദൈവം നിർത്താൻ വേണ്ടി പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി സാക്ഷിയാക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ പറയാൻ വേണ്ടിയാണോ? പറഞ്ഞോ. ഹലോ, കേൾക്കുന്നുണ്ട്. ഞാൻ രഘു എന്ന് പറഞ്ഞില്ലായിരുന്നു ബ്രദറെ? എന്റെ അച്ഛനാണ്. ജൂൺ മാസമായിട്ട് ബന്ധമുള്ള ആരായിരുന്നു? എന്റെ ഇത് ജൂൺ 11-നായിരുന്നു. ഈ രഘുവുമായിട്ട് ബന്ധം ജൂൺ 11-നാ എന്റെ ഇളയ കുഞ്ഞുണ്ടായത്. അല്ല സിസ്റ്റർ, ഈ രഘുവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജൂൺ മാസം കാണിച്ചത്. അപ്പൊ സഹോദരി പറഞ്ഞായിരുന്നു ആ വ്യക്തി ജനിച്ച ദിവസമാണ് ജൂൺ മാസം. രഘുവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിച്ചത്. ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയാണ്. പറഞ്ഞോ. ബ്രദറെ, പൊട്ടിയ മാല എന്ന് പറഞ്ഞില്ലേ, ആ മാല എന്റെ ചേച്ചിയുടെയാണ്. എന്റെ കയ്യിലുണ്ട് ആ മാല. കണ്ടോ? യേശുവിന്റെ നാമത്തിൽ സിസ്റ്ററെ, ഇനി ഈ കാര്യമെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, എനിക്കും എന്റെ ചേച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത്. കണ്ടോ? ചേച്ചി പ്രാർത്ഥനയ്ക്ക് ഉണ്ടോ? ഇല്ലില്ല. ഓ, യേശുവിന്റെ നാമത്തിൽ കർത്താവിനുള്ളത്തിൽ പറയുന്നു, ഇത് മായിട്ടിരിക്കുന്ന ആൾ ആരാണോ ആ വ്യക്തിയെ ദൈവം സാക്ഷിയാക്കാൻ വേണ്ടി പോവാ. നിങ്ങൾ മുഖാന്തരം കുടുംബങ്ങളുടെ മേലൊരു വെളിച്ചമാക്കാൻ വേണ്ടി പോ, ദൈവം പണിയാൻ വേണ്ടി പോകും കേട്ടോ. കുടുംബത്തിന്റെ അകത്ത് ആ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന രീതിയിൽ ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ സിസ്റ്റർ, ഞാനിത് പ്രാർത്ഥിക്കുമ്പോഴുള്ളത് തമ്പുരാൻ ഒരു വാക്ക് പറയുക, നിങ്ങളുടെ ഇടയിലേക്ക് ബിന്ദു എന്ന് പറയുന്ന ഒരാളെ ദൈവം അയക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു വഴിത്തിരിവായിട്ട് മാറും കേട്ടോ. കേൾക്കുന്നുണ്ടോ? ബിന്ദു ഒരു വഴിത്തിരിവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് മാറ്റാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ പേര് ഓർത്തു വെച്ചോണേ. യേശുവിന്റെ നാമത്തിൽ ബിന്ദുവിനെ നിങ്ങൾക്ക് ദൈവം ഒരു സാക്ഷിയാക്കി തമ്പുരാൻ മാറ്റും കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുങ്ങും കേട്ടോ. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞിട്ടെടുത്തോ കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ഈ മുട്ടിന്റെ ആ ഭാഗത്ത് നീരും വേദനയും കൊണ്ട് ഭാരപ്പെടുന്ന വ്യക്തികൾ, അത് തേയ്മാനം കൊണ്ടായിരിക്കാം, മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇന്ന് അവിടെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വേദന. പലപ്പോഴും നിങ്ങൾ ഈ കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് അത് ബെൻഡ് ചെയ്യാൻ പോലും കഴിയാതെ ചില സമയത്ത് ഇങ്ങനെ ഈ സ്റ്റിഫായിട്ട് നിൽക്കും. അതായത് ഇങ്ങനെ വടി പോലെ അത് നിൽക്കും. എന്നിട്ട് നിങ്ങൾ പ്രയാസപ്പെടുക, അത് മടക്കാൻ വേണ്ടി ഭയങ്കര പ്രയാസപ്പെടുക. അത് കുറേ സമയമെടുത്ത് അത് മടക്കുന്നത്. അതേപോലെ വേദന കൊണ്ട് കൊളുത്തി പിടിക്കുന്ന ഒരു അവസ്ഥ പോലെ വരുന്ന ചില വ്യക്തികളുണ്ട്. ഇന്ന് ആ വേദന കൊണ്ട് ഭാരപ്പെടുന്ന വ്യക്തികൾ ഇന്ന് സൂമിലുണ്ടോ? ഇന്ന് ആ മുട്ടിന്റെ മേൽ, ആ മുട്ടിന്റെ ആ കറക്റ്റ് ആ ഭാഗത്ത് ഇങ്ങനെ പലപ്പോഴും കൈ പിടിച്ചുകൊണ്ടാണ് എണീക്കുന്നത് പോലും. വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടോ? ഉണ്ട്. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കൈവച്ച്, കർത്താവെ, അങ്ങയുടെ അത്ഭുത കരം ഇന്ന് വ്യാപരിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഹീലിംഗ് അനോയിന്റിങ്,
അത്ഭുത രോഗസൗഖ്യം. കൈവച്ച് ഇന്ന് നീര് വറ്റുകയാ, ഇന്ന് വേദന വറ്റുകയാ. ഓ യേശുവിന്റെ കൃപ വ്യാപരിക്കുന്നപ്പ. അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ കൈവച്ച് ഓ യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നപ്പ. റാഖേന ലബേന റൈസേറ്റ റാഖേന ലേഥേരിയ അർബിന റീകാഡ ദശ്പനാലഗന്റെ റീകടാദ റീകമാന ഹൂഡദാര ദൽബന. ഹല്ലേലൂയ യേശുവേ. റിക ബറബറബന റിക ദേരികദ ആർത്തിയാന ശംദല റീകാമ. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ആ വേദനകൾ വേരോടെ പിഴിഞ്ഞു മാറുക. ആ രോഗശക്തി അഴിയുക, ആ രോഗബന്ധനം അഴിയുക. ആ പിശാചിന്റെ പ്രവൃത്തി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൈവച്ച് ഇന്ന് ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഇന്ന് വൈഫിന്റെ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ആയിക്കോട്ടെ, ആരാണോ ആ വേദന അനുഭവിക്കുന്ന അവരുടെ കാര്യത്തിലോട്ട് കാലെടുത്ത് വെച്ച് അവരുടെ കൈയെടുത്ത് അവരുടെ ആ രോഗത്തിന്റെ മേൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിന്റെ അത്ഭുതം എന്ന് വെളിപ്പെടുക. റാഖല സീഖന റിയാന്തരെ കൈവച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് അനോയിന്റിംഗ്. അത്ഭുത സൗഖ്യം, രോഗസൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക. ആ വേദനകൾ ഇന്ന് വേരോടെ പറയുക. യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് വേദന വഹിച്ചതാ, കർത്താവ് രോഗം വഹിച്ചതാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവരൊന്ന് ചെക്ക് ചെയ്തേ. ഒന്ന് തൊട്ട് നോക്കിക്കേ, കാലൊക്കെ തിരിച്ചു മറിച്ച് നോക്കിക്കേ. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. ഇവിടെ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ ബ്രദറെ. ആ മ്യൂട്ട് മാറ്റിയവര് പ്രാർത്ഥിച്ചതിന് ശേഷം വ്യത്യാസമുള്ളവരെന്ന് പറഞ്ഞേ. ആ വേദന ഉള്ളവരെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. പറഞ്ഞവരെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. പറഞ്ഞു. ആ എന്റെ കാലിലും മുട്ടിനും ഭയങ്കര വേദനയായിരുന്നു. ഒട്ടും കൂയുമില്ലായിരുന്നു വേദന കാരണം. ഇങ്ങനെ എന്നിട്ടിപ്പോ കുറച്ച് സൗഖ്യമുണ്ട്. ശരിക്കും പോരാ. യേശുവിന്റെ നാമത്തിൽ കൈവച്ച സൗഖ്യം നമ്മുടെ ശരീരത്തിൽ ആരംഭിക്കുന്നതിന്റെ അടയാളമാണ് ഈ കുറച്ച് സൗഖ്യം. പോരാ, വിട്ടുകൊടുക്കുന്ന കൈവച്ച് യേശുവിന്റെ നാമത്തെ പറഞ്ഞ പൂർണ്ണ സൗഖ്യം എന്റെ അവകാശം. ചെക്ക് ചെയ്ത്, അടുത്ത ആള് ചെക്ക് ചെയ്ത്. യേശുവിന്റെ നാമത്തിൽ, അത് വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് பண்ண. എനിക്ക് അറിയാൻ പറ്റും. എന്റെ കാലിന് മുട്ടിന് ഭയങ്കര വേദനയായിട്ട് ഞാൻ ഇന്നും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന. ഇപ്പൊ എന്റെ കാലിന് ഒരു മരവലി പോലുണ്ട്. ഞാനിപ്പോ കാലയിൽ ഇങ്ങനെ ഒരു സോക്സ് പോലൊരു സാധനം ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്റെ കാലിന്റെ മുട്ടിന്റെ ഈ കാൽപ്പത്തിയുടെ അവിടെ എല്ലാം ഇങ്ങനെ മരച്ച് വരുന്ന പോലെ. വേദനയോ? വേദന ആ ഒരു അതിവേദന അങ്ങ് മാറി. പക്ഷെ സ്റ്റിൽ ഒരു ചെറിയ ഒരു പ്രിക്കിംഗ് പെയിൻ പോലെ ഒരു ചെറിയ വേദനയുണ്ട്. ഈശ്വരനാഥ്, അതിന്റെ അർത്ഥം വേദന അവിടെ നിന്ന് അഴിഞ്ഞു മാറി. ഇനി പറഞ്ഞോളൂ, കർത്താവെ പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം. പൂർണ്ണ സൗഖ്യം പറഞ്ഞല്ലേ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്, മരവിപ്പും വേദനയായിട്ട് ആ സോക്സ് ഇട്ടിരിക്കുകയായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചപ്പോ അതികഠിനമായ വേദന അവിടെ നിന്ന് മാറി. ചെറിയൊരു മരവിപ്പ് നിൽക്കുക. നീ ആ മരവിപ്പിടെ പറ, വലിയ വേദന പോയി പിന്നെ ചെറുതിന് അവകാശം ഇല്ലെന്ന് പറ. ഓ യേശു അത്ഭുത സൗഖ്യത്തിൽ നീ അടുത്ത ആൾ ചെക്ക് ചെയ്ത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ചെക്ക് ചെയ്ത്. ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ടായിരുന്നു. പറയാനോ? ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയില് ഫസ്റ്റ് ടൈം ഈ മീറ്റിങ്ങിനകത്ത് കയറിയത്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ മീറ്റിങ്ങിനകത്തൊന്നും കയറിയിട്ടില്ല. അപ്പം ഞാൻ ആ മീറ്റിങ്ങിനകത്ത് കയറി ഫസ്റ്റ് ഡേയില്. അത് കഴിഞ്ഞപ്പോ പാസ്റ്ററിനെ ഞാൻ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പം വിളിച്ച് പാസ്റ്ററിനോട് ഞാൻ എന്റെ സാലറിയുടെ കാര്യത്തെ കുറിച്ച് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പാസ്റ്റർ അന്നപ്പം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റർ അത് പ്രാർത്ഥിച്ചു.
അതിന്റെ അന്നപ്പോ പാസ്റ്റർ പറഞ്ഞായിരുന്നു, മുടങ്ങി കിടക്കുന്ന സകല നന്മകളും കർത്താവ് റിലീസ് ചെയ്ത് തരും എന്ന് പറഞ്ഞ്. പാസ്റ്റർ തിരക്കായിരുന്നു, വണ്ടിയേലായിരുന്നു പാസ്റ്റർ. അന്നപ്പോ പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ദിവസം എന്റെ പേപ്പർ വർക്കുകൾ ശരിയായി. കഴിഞ്ഞ 31-ാം തീയതി എന്റെ സാലറി റിലീസ് ചെയ്ത് കിട്ടി പാസ്റ്ററെ. അക്കൗണ്ടിൽ വന്നു എന്റെ സാലറി. സാലറി അക്കൗണ്ടിൽ വന്നു. ഞാന് പാസ്റ്ററെ നമ്മുടെ പിന്നീടാണ് ഞാൻ അറിയുന്നത്, ഞാന് അവിടെ ലീഡ് ചെയ്യുന്ന ബെന്നി ബ്രദർ ഫാമിലി അവരുടെ ഫ്രണ്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് നമ്മുടെ ന്യൂ ഇയർ മീറ്റിങ്ങിനകത്ത് ഞാൻ ലൈവിൽ കയറിയായിരുന്നു. എനിക്ക് കാലിന്റെ മുട്ടിന് വേദനയായിട്ട് ഞാനിപ്പോ 7 ദിവസം സിക്ക് ലീവായിട്ട് ഞാനിപ്പോ ഇരിക്കുകയാണ്, മെഡിക്കൽ ലീവിലാണ്. അപ്പം ഞാൻ ഈ ലൈവിനകത്ത് കയറിയപ്പോഴാണ് നമ്മുടെ റോണൽ മോനും ബെന്നി ബ്രദർ ശുശ്രൂഷിക്കുന്നത് കണ്ടത്. ഞാൻ പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വെളുപ്പിനെ വിളിക്കാനിടയായി. അവരുമായിട്ട് 1.5 മണിക്കൂർ സംസാരിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ആ ഒരു മീറ്റിങ്ങിനകത്ത് കർത്താവ് വരെ യൂസ് ചെയ്യുന്നത്. എനിക്ക് അതിനകത്ത് ഞാൻ 4 വർഷത്തിന് ശേഷമാണ് ഞാൻ അവരെ കാണുന്നത് ഈ മീറ്റിങ്ങിനകത്ത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അവരോട് ഈ സാക്ഷ്യം പറഞ്ഞപ്പോ എന്നോട് ബെന്നി ബ്രദർ പറഞ്ഞു, സൂമിനകത്ത് കയറിയിട്ട് സിസ്റ്റർ സാക്ഷി പറയണേ എന്ന് പറഞ്ഞായിരുന്നു എന്നോട്. അപ്പൊ ഇന്നലെ എനിക്ക് കയറാൻ പറ്റിയില്ല. എനിക്ക് ഇന്നലെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നലെ കയറാൻ പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ കയറിയപ്പോ ആ ഒരു സാക്ഷ്യങ്ങൾ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഒത്തിരി നന്ദി. അതെനിക്ക് എനിക്കാണെങ്കിൽ എന്റെ സാലറി കൂടാതെ തന്നെ ഫസ്റ്റ് എനിക്ക് എക്സലന്റ് മണി കൂടി കർത്താവ് എനിക്ക് തന്നു. എന്റെ പേരില്ലാത്ത എന്റെ ഹെഡ് നഴ്സിന് എന്നോട് ഭയങ്കര വൈരാഗ്യമാണ്. പക്ഷെ എന്റെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് അത്ഭുതം ചെയ്ത് എനിക്ക് നല്ലൊരു എമൗണ്ട് എക്സലന്റ് മണി കർത്താവ് എനിക്ക് തരാനായിട്ട് ഇടയായി. പാസ്റ്റർ ഒരു പ്രാവശ്യമാണ് ഞാൻ ആദ്യത്തെ മീറ്റിംഗിൽ കയറി, അന്ന് പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പിന്നെ ഞാൻ ന്യൂ ഇയറിന്റെ മീറ്റിങ്ങിനാണ് കയറുന്നത്. ദൈവത്തിന് ഒത്തിരി നന്ദി. പ്രാർത്ഥിച്ച പാസ്റ്ററിന് ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും കർത്താവ് അത് റിലീസ് ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. മുടങ്ങി കിടന്ന നന്മകൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ നന്മ നമ്മുടെ അവകാശമാണ്. അതിന്റെ മേൽ നമ്മൾ പിടിച്ചെടുക്കുന്നവരാകണം. കർത്താവ് ഇന്ന് അതിനെ റിലീസ് ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രിയ സഹോദരി പറഞ്ഞതുപോലെ തന്നെ കുടുംബമായിട്ട് പ്രിയ സഹോദരങ്ങളെ കാണാൻ കർത്താവ് സഹായിച്ചല്ലോ. വലിയ സാക്ഷ്യമായിട്ട് ഇനിയും നിർത്തട്ടെ. വലിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഇന്ന് ചെക്ക് ചെയ്ത് ആ വേദനകളുടെ മേൽ യേശുവിന്റെ പ്രവൃത്തി ഇന്ന് തമ്പുരാൻ വെളിപ്പെടുത്തി എനിക്ക് ഇന്ന് നമ്മുടെ ഒരു പൂർണ്ണ സൗഖ്യം കർത്താവ് ചെയ്തു. സൗഖ്യം നമ്മുടെ അവകാശമാണ്. ശ്രദ്ധിച്ചോണം. പലരും പറയുന്നത് പോലെ രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമുണ്ട്. കാര്യം സൗഖ്യം നമ്മുടെ അവകാശമാണ്. യേശു ക്രൂശിൽ വില കൊടുത്തതാണ്. ഒന്ന് ചെക്ക് ചെയ്തേ. വേദന ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ, ശരീരത്തിന്റെ മേലൊരു വേദനയാൽ ഭാരപ്പെട്ടവർ ഒന്ന് ചെക്ക് ചെയ്തേ. യേശുവിന്റെ അത്ഭുതം ഇന്ന് എൻ്റെ ശരീരത്തിന്റെ മേൽ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് പൂർണ്ണമായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്ത് കാലൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കിക്ക്. കർത്താവിന്റെ അത്ഭുത കരത്തെ ഇന്ന് എനിക്ക് അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ മ്യൂട്ട് മാറ്റിക്കുന്നവർ പറയാൻ വേണ്ടിയുള്ളവരാണോ? അതെ അതെ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ മുട്ടിനുവേദനയായിട്ട് വളരെ ഭാരപ്പെട്ടിരിക്കുവായിരുന്നു. കുറച്ച് 2-3 ദിവസമായിട്ട് നല്ല വേദനയായിരുന്നു. മുട്ടിന് നടക്കാനൊക്കെ വല്ലാതെ ഭാരപ്പെടുമായിരുന്നു. ഈ പ്രാർത്ഥന സമയത്ത് ഞാൻ മുട്ടെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഇപ്പൊ എണീറ്റ് നടന്നപ്പോ എനിക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. വേദനയില്ല ഇപ്പൊ അവിടെ? വേദനയില്ല. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി അപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ. അവർ പറഞ്ഞല്ലേ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. യേശു തൊട്ട കൃപയ്ക്ക് നന്ദി. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ബ്രദറെ പറഞ്ഞോ. എന്റെ വലത്തേക്കാലിന്റെ മുട്ടിന് തേയ്മാനായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്, ഗുളിക മാത്രം കഴിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. വേദനയ്ക്ക് 2-3 വർഷം ആയായിരുന്നേ. അപ്പൊ ഇപ്പൊ എനിക്ക് മടക്കത്തൊന്നുമില്ല. അത് കയറ്റം കയറുമ്പോ മുട്ടിനകത്ത് ഇങ്ങനെ ടക്ക് ടക്കുന്ന ഒരു ഒച്ച കേൾക്കുമായിരുന്നു. കയറ്റം കയറണായിരുന്നു വീട്ടിലോട്ട് വന്നെങ്കിലേ. അപ്പം എനിക്ക് ഇപ്പം ഞാനിങ്ങനെ മടക്കി നോക്കി, കൈ വെച്ച് പ്രാർത്ഥിച്ച് മടക്കി നോക്കിയപ്പം കാല് നന്നായിട്ട് മടക്കാം. എന്റെ കാലിന്റെ 2 പത്തിക്കും ഭയങ്കര മരപ്പാണ്. അതും കൂടെ ഒന്ന് മാറാൻ പ്രാർത്ഥിക്കണം. വേദന മാറി മുട്ടിന്റെ? മുട്ടിന്റെ വേദന മാറി നന്നായിട്ട്. ഇപ്പൊ എനിക്ക് മടക്കാം മുട്ട് വലത്. എന്റെ യേശു കേട്ടോ, നിങ്ങൾ കേട്ടെ. 3 വർഷമായിട്ട് മരുന്ന് കഴിക്കുക. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ജീവിതകാലം മുഴുവൻ ഗുളിക കഴിക്കണം. ഇത് തേയ്മാനമാണ്. നടക്കുമ്പോ ശബ്ദം ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് എന്ത് സംഭവിച്ചു? ഇപ്പൊ നന്നായിട്ട് മടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം
മടക്കാൻ പറ്റത്തുണ്ട്. ഒരു കുഴപ്പമില്ല ഇപ്പൊ. പാദത്തിന് മരപ്പുണ്ട്, അതിലും ഒരു കുഴപ്പമില്ല. സിസ്റ്ററെ, മരപ്പ് പിശാചിന്റെ കള്ളത്തരമാണ്. പറഞ്ഞോണം, ഇത്രയും വലിയ 3 വർഷമായിട്ട് ജന്മത്തിൽ മാറത്തില്ലെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത മുട്ടുവേദന മാറ്റാമെങ്കിൽ പറ കർത്താവ് യേശുനാഥ് ഇന്ന് മരപ്പ് അവസാനിക്കുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഈ കാലപ്പഴക്കം ചെന്ന ചികിത്സ ഇല്ലെന്ന് പറഞ്ഞ രോഗത്തെ യേശു തൊട്ടെങ്കിൽ ഈ മരപ്പ് മാറ്റാൻ യേശു മതിയായ ദൈവമാണ്. ഇപ്പോൾ ആ മരപ്പിനെ ഞങ്ങൾ പറിച്ചു മാറ്റുന്ന കാലിന്റെ മേൽ നിന്നും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. നമ്മുടെ അടുത്ത് മാറ്റി സിസ്റ്ററെ, ധൈര്യമായിട്ട് നടന്നു കേട്ടോ, അത് മാറി. ആമേൻ ആമേൻ. ഈ കൂട്ടത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവരും കൂടെ കൈവച്ച് ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയും. 2016 ഒരു ഈ കേരളത്തിന്റെ വെളിയിലേക്ക് ഒരു സംസ്ഥാനത്തേക്ക് ടൂറ് പോകുന്ന ഒരു വണ്ടിയേൽ യാത്ര ചെയ്ത ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. ഇത് എന്തുകൊണ്ട് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഉള്ളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ വ്യക്തി പോയി മടങ്ങി വന്നതിന് ശേഷം ആ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മരണവാർത്ത ആ വ്യക്തി കേൾക്കാൻ ഇടയായിത്തീർന്നു. അത് നിമിത്തം നിങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടു. അതിനുശേഷം ഈ മരണവാർത്തകൾ കുടുംബത്തിന്റെ അകത്ത് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഈ അടയാളം കേട്ടോണം. ആ വ്യക്തിയോട് കർത്താവിനുള്ളത്തിൽ പറയുന്നു, യേശുവിനെ കുടുംബത്തിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നിർബന്ധം പറയുക. ഇന്ന് ആ വ്യക്തി എവിടെ ഇരുന്നാണോ ഇത് കേൾക്കുന്നത്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് കയറിക്കൂടുന്ന മരണങ്ങൾ, അതിനെ ജയിക്കുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണേ. ആ വ്യക്തി ഏതാണോ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഒന്ന് സ്വീകരിച്ച് ഭവനങ്ങൾക്കകത്തുണ്ടാകുന്ന അനർത്ഥങ്ങളെ പിടിച്ചു കെട്ടുവാൻ ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഒരു ഗിദയോനെ പോലെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആലോചന സ്വീകരിച്ച് ഇന്നു മുതൽ ഒരു പ്രാർത്ഥന പോരാളിയായിട്ട് മാറിക്കോ. എന്നുള്ളത് തമ്പുരാൻ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനർത്ഥങ്ങൾ വിട്ടുപോകുന്നതും ഭവനങ്ങളിൽ വിടുതലുണ്ടാകുന്നതും കുടുംബക്കാരുടെ ഇടയിൽ പോലും ചർച്ചാവിഷയമാകുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി തമ്പുരാൻ നിങ്ങളെ വേർതിരിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് പ്രാർത്ഥനയുടെ നുകത്തെ ഏറ്റെടുത്തു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്യുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകമാണ് വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ 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 ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തിൽ, നമുക്കറിയാം നമ്മൾ ഈ സൂമിൽ മാത്രമല്ല, ഇപ്പോൾ ലൈവിൽ ഫേസ്ബുക്കിലും നമ്മുടെ 2 യൂട്യൂബ് ചാനലുകളിലും മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒരേപോലെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. 100 കണക്കിന് ആളുകൾ ഒരേ സമയം ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബിൽ കാണുന്നവരെ ഡിസ്ക്രിപ്ഷനിൽ, യൂട്യൂബിലും ഒക്കെ സോഷ്യൽ മീഡിയ കാണുന്നവരെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഈ സൂമിൽ പ്രവേശിക്കുന്ന ലിങ്ക് ഉണ്ട്. പല ആൾക്കാരും അവിടെ ഇരുന്നുകൊണ്ട് കമന്റ് ഉണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് കാണാൻ വളരെ റയറാണ് ഞാൻ വാട്സാപ്പിൽ കമന്റുകൾ ചെക്ക് ചെയ്യുന്നത്. കാര്യം നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളാണ് എന്നെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ റയറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും അതിനകത്തിടുന്ന സാക്ഷ്യങ്ങൾ പ്രയർ ലൈൻ നമ്പറിലേക്ക് വോയിസ് റെക്കോർഡോട്ട് അയക്കണം. അല്ലാത്ത പക്ഷം കാണാൻ ഒരു സാധ്യതയില്ല. കാര്യം ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നതാണ്. സാക്ഷ്യങ്ങൾ ഒരിക്കലും കമന്റ് ചെയ്യരുത്. സാക്ഷ്യങ്ങൾ നിങ്ങൾ അയച്ചു തരേണ്ടതാണ്. കാരണം അത് നിങ്ങൾ കേൾക്കുന്നത് അതിൻ്റെ അടുത്തൊരു വ്യക്തിക്ക് അത്ഭുതത്തിലേക്കുള്ള വഴിയാണ്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ദൈവം ഒരു ദൂത് പറയാൻ വേണ്ടി പറയുന്നു. 1993 ജനിച്ച അഖിലെന്ന് പറയുന്ന ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഭവനത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് വ്യക്തിയാണോ, ഏത് കുടുംബമാണോ, ഇപ്പോൾ തന്നെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. യേശുവിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞങ്ങൾ കൃപ കൊണ്ട് അതിനെ പൊതിയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ തലമുറയുടെ ഭാവി ഇപ്പോൾ തന്നെ തുറന്നു വരട്ടെ അപ്പ. അനർത്ഥങ്ങൾ വിട്ടുപോകട്ടെ, പ്രതിസന്ധികൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ. നന്മ കൊണ്ട് കർത്താവെ അങ്ങ് നിറയ്ക്കുന്നല്ലോ. അധികാരത്തോടെ കൽപ്പിക്കുന്നപ്പ, സാക്ഷ്യമാക്കുന്നപ്പ. ആ കുടുംബത്തിന്റെ മേൽ യേശുവിന്റെ ജീവൻ എന്ന് വ്യാപരിക്കുന്നല്ലപ്പ.
ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നിക്കായി നന്ദി, അഗ്നിക്കായി നന്ദി, അഗ്നിക്കായി നന്ദി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്തൊരു മിറക്കിൾ മണി എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുവെന്നു. എനിക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണം, എനിക്കൊരു സാമ്പത്തികമായിട്ടൊരു നന്മ വേണം, എൻ്റെ കുടുംബത്തിൻ്റെ അകത്തൊരു സമാധാനം വേണം, എനിക്കൊരു കർത്താവിൻ്റെ സാക്ഷിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ സമയത്ത് വേദനകളാൽ ശരീരത്തിന്റെ അകത്ത് ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, കേട്ടോ? അതുകൊണ്ട് കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ പ്രയർ സ്റ്റേഷന്റെ കാര്യം ഞാനൊന്ന് പറയുവാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പല പട്ടണങ്ങളിൽ ദൈവ നിയോഗത്താൽ, പ്രത്യേകിച്ച് പല രാജ്യങ്ങളിൽ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥനയോടെ, നിങ്ങൾ അനേക ജാതികളിലേക്ക് സുവിശേഷവുമായിട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. അനേക ജാതികളിലേക്ക്, അതായത് സുവിശേഷം അറിയാത്ത ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് തമ്പുരാൻ പറയുന്നു, അനേക ആളുകളിലേക്ക് സുവിശേഷം എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഥ പറയുവല്ല, പകരം ലോകത്തിൽ യേശു ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുക. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്നതാണ് സുവിശേഷം. ദൈവത്തിന്റെ ശക്തിയും അഭിഷേകവും നമുക്ക് ആവശ്യമാണ്. ഈ സമയത്ത് ഒന്ന് ജസ്റ്റ് മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ഇതിനുശേഷം നമുക്കൊന്ന് കേൾക്കാവേ. ഞാനത് പറഞ്ഞോട്ടെ. പല പട്ടണങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാക്കുവാൻ ദൈവം നമ്മൾ ഒരുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി തീർച്ചയായിട്ടും നമ്മൾ പല പട്ടണങ്ങളിൽ പ്രാർത്ഥനകളെ നിങ്ങളെ ദൈവം അഭിഷേകം പുറത്തേക്ക് ഒഴുകണം. ഈ അഭിഷേകം ഒഴുകാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടും ജ്ഞാനപ്പെട്ടിട്ടും യേശുവിനെ അറിഞ്ഞിട്ടും ഭവനത്തിന്റെ അകത്ത് നമുക്ക് ഒന്നിനെയും സ്വാധീനിക്കാൻ കഴിയാത്തത്. അഭിഷേകം ജ്വലിക്കണം. അഭിഷേകം പുറത്തേക്ക് ഒഴുകുമ്പോഴാണ് ദൈവപ്രവർത്തികൾ ഒഴുകുന്നത്. ശ്രദ്ധിച്ച്, അഭിഷേകം ഒഴുകുമ്പോൾ ദൈവപ്രവൃത്തി ഒഴുകും. അഭിഷേകം ഒഴുകണമെങ്കിൽ നാം ദൈവവുമായിട്ട് കൂടുതൽ കണക്റ്റഡ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ അതിനുവേണ്ടി സമയങ്ങൾ കണ്ടെത്തണം. ദൈവം ഒരുക്കും നമുക്ക് വേണ്ടി. ഓ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ പല പട്ടണത്തിൽ, എൻ്റെ ഉള്ളത്തിൽ 2-3 കാര്യങ്ങൾ കർത്താവ് ഇടപെട്ട് ഈ കുവൈറ്റിൽ നമുക്ക് ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുവാണ്. വെർച്വൽ മീറ്റിംഗ് ആണ്. നേരിട്ട് എനിക്ക് എപ്പോൾ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിനു മുമ്പായിട്ട് പല രാജ്യങ്ങളിലും വെർച്വൽ. എന്തുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും നമ്മൾ സൂമിൽ നിന്നും പുറത്തേക്ക് വരാൻ കാരണം? ബൈബിൾ ഒരു വാക്യമുണ്ട്, യഹോവ നമ്മൾ കാല് കുത്തുന്ന പട്ടണങ്ങളെ അവകാശമാക്കി തരും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് തമ്പുരാൻ പറഞ്ഞു, നീ ഏതെങ്കിലും പട്ടണത്തിൽ കാലുകുത്തിയാൽ ആ പട്ടണത്തിൽ നിങ്ങൾ ആരെങ്കിലും കൈക്കൊണ്ടാൽ അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിപ്പിൻ, അവരെ അനുഗ്രഹിക്കും, രോഗികളെ സൗഖ്യമാക്കുവിൻ. ഇനി ഏതെങ്കിലും പട്ടണങ്ങളെ കൈക്കൊണ്ടാതിരുന്നാൽ ആ കാലിലെ പൊടി തട്ടിക്കളയണം. കാലിലെ പൊടി തട്ടിക്കളയണം. അപ്പൊ കാല് കുത്തണം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. പട്ടണങ്ങളിൽ കാല് കുത്തണം. അത് 2 കാര്യത്തിൽ സുവിശേഷത്തിലും പറയുന്നുണ്ട്, ആവർത്തന പുസ്തകത്തിന്റെ അകത്തും പറയുന്നുണ്ട്. കാല് കുത്തുന്ന പട്ടണത്തെ ഞാൻ നിനക്ക് അവകാശമാക്കി തരും. അപ്പൊ കുവൈറ്റിലുള്ളവരെ സൂം മീറ്റിംഗ് എന്നുള്ളത് പുറത്തേക്ക് വരണം. അതുകൊണ്ടാണ് എനിക്കറിയാം വെർച്വൽ മീറ്റിംഗ്. നമ്മൾ വെർച്വൽ മീറ്റിങ്ങിനെ കൂടി പോയി നമുക്കറിയാം ഇതിന്റെ അകത്ത് ദൈവം നന്മ ഒരുക്കും. ഞാനത് പറയാൻ കാര്യം പറഞ്ഞു, നമുക്ക് വേണ്ടി ദൈവം വർധനവിന്റെ ദൈവമാണ്. ദൈവം അതിനുവേണ്ടിയുള്ള ആളുകളെ, വ്യക്തികളെ ഒരുക്കും. നിങ്ങൾ ഫിസിക്കൽ മീറ്റിംഗ് ആണ് നമ്മളിത് എല്ലായിടത്തും പ്ലാൻ ചെയ്യുന്നത്. വെർച്വൽ മീറ്റിംഗ് അല്ല, അതായത് നേരിട്ട് വരുന്ന പ്രാർത്ഥനകളാണ്. പിന്നെ എപ്പോഴേലും ഞാൻ ഈ രാജ്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിന്റെ സമയം 2026 യാത്രകളുടെ വർഷമാണ്. ആമേൻ. അതുകൊണ്ട് നമ്മളെ ദൈവം ഒരുക്കും. ഓരോ രാജ്യത്തും ഞാൻ പറഞ്ഞത് നിർബന്ധമായും ഏറ്റെടുക്കണം എന്നുള്ള നിയോഗം. പലപ്പോഴും എൻ്റെ ഉള്ളത്തിൽ നിർബന്ധങ്ങൾ, ഞാൻ പലതും പറയാറുണ്ട്, ചില കാര്യം ഞാൻ പറയത്തില്ല, നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നിർബന്ധങ്ങൾ വരും. അങ്ങനെ വന്ന നിർബന്ധങ്ങളാണ് ഈ പ്രയർ സ്റ്റേഷൻ എന്നുള്ള നിയോഗം. അപ്പൊ അത് പട്ടണങ്ങളിലുള്ളവരെ, രാജ്യങ്ങളിലുള്ളവരെ, നിങ്ങൾ ആ പട്ടണത്തിൽ ഒരുങ്ങുക. അതിനുവേണ്ടി റിസ്ക് എടുക്കുക. കർത്താവിന്റെ നാമത്തിൽ സാക്രിഫൈസ് ചെയ്താൽ, വില കൊടുത്താൽ വിലപിടിപ്പുള്ളത് തേങ്ങാൻ പറ്റത്തുള്ളൂ. അബ്രഹാം വില കൊടുത്ത് ഇറങ്ങിയതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായത്. ദൈവത്തിന്റെ മക്കളെല്ലാം വില കൊടുക്കുന്നവരാകണം. കർത്താവിന് വേണ്ടി വില കൊടുക്കണം. അപ്പം നിങ്ങൾ പട്ടണത്തിലുള്ളവരെ, പ്രത്യേകിച്ച് കുവൈറ്റിൽ, എൻ്റെ ഉള്ളത്തിൽ ഞാനത് പ്രാർത്ഥിക്കുന്നൊരു വിഷയമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കറിയാവുന്ന ഒരു ദേവദാസ്, എൻ്റെ കൂടെയുള്ള ഒരു ദേവദാസ് പറഞ്ഞു, നിയോഗം പോലെ പറഞ്ഞു, ബ്രദറെ കർത്താവ് ഇങ്ങനെ കുവൈറ്റ് എന്നെ കാണുക. അപ്പൊ ഒരു ഉറപ്പീരാണ്, മനസ്സിൽ പിന്നെയും ഉറപ്പിച്ചു തരുന്നൊരു നിയോഗങ്ങളാണ്. അപ്പൊ കുവൈറ്റിലുള്ളവരെ, നിങ്ങൾക്ക് കൂടാൻ പറ്റുന്ന ഒരു ഹോള് നിങ്ങൾ അന്വേഷിക്കുക. അതിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കുക. കർത്താവിന്റെ നാമത്തിൽ അതിനെങ്ങനെയാണ് നമുക്ക് വിർച്വലി കാണാൻ പറ്റുന്നത്, അതിനുള്ള ക്രമീകരണം ഒരുക്കുക. വലിയൊരു കൊയ്ത്തിന് വേണ്ടി തമ്പുരാൻ ദേശങ്ങളുടെ മേൽ നമുക്കിവിടെ നമ്മുടെ സൗദിയിൽ പ്രാർത്ഥന നടക്കുന്നത് പോലെ തന്നെ
കർത്താവ് വലിയ പ്രവർത്തിക്ക് വേണ്ടി എപ്പോഴും ഓർത്തോണം. ബ്രദർ കുറേ കാര്യങ്ങളെ കൂട്ടിവെക്കുക എന്നുള്ളത്. നമ്മൾ ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ പോകുന്ന പട്ടണത്തിലായിക്കോട്ടെ, യേശുവിൻ്റെ സാക്ഷി. നമ്മൾ പോയിട്ട് യേശു ജീവിക്കുന്ന പറയുന്നവരല്ല, കാണുന്നവരാ. നമ്മളിലൂടെ യേശുവിനെ ലോകം കാണാൻ വേണ്ടി പോവാ. കർത്താവിൻ്റെ പ്രവർത്തികൾ കാണാൻ, അത്ഭുത രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, അഭിഷേകത്തിൻ്റെ നുകങ്ങൾ ലോകത്തിന് വെളിപ്പെടാൻ വേണ്ടി പോവാ. ഭയങ്കരമായിട്ടുള്ളൊരു ഒഴുക്ക് ലോകത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാ. അതിനുവേണ്ടിയാണ് നമ്മളിത് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിയാണ് പട്ടണങ്ങളെ ഒരുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കൂടെ ഓടുന്ന സഹോദരങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ഇനിയും ഓടിക്കുന്നതിനെല്ലാം പ്രതിഫലം ഉണ്ടെന്ന് മറക്കരുത്. നന്ദി യേശുവേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർപ്പിക്കുന്നതിൻ്റെ കാരണം 2026 ആരംഭിച്ചു. നമുക്ക് ഇരിക്കാൻ ഇനി സമയമില്ല, ഓടേണ്ട ടൈമാണ്. ഒരുങ്ങുക. ഞാൻ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അന്യഭാഷാ പ്രാർത്ഥന നമ്മൾ പിന്നെ തുടരാൻ വേണ്ടി പോവാണ്. ഓൾ നൈറ്റ് പ്രയറുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിപ്പോൾ നടക്കുന്നുണ്ടെന്നാൽ കുറച്ചും കൂടെ ഊർജ്ജസ്വലമായിട്ട് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനെ ദൈവം അടുത്തൊരു ലെവലിലേക്ക് കയറ്റാൻ വേണ്ടി പോവാം. ദൈവാനുഗ്രഹം ഭവനത്തിൽ വന്നാൽ പട്ടണം മാറി. 10 പേരല്ല, പട്ടണം മാറി. ഞാൻ നിന്നെ പട്ടണത്തിൽ അനുഗ്രഹിക്കുന്ന പറയുന്നത്, അല്ലാതെ പഞ്ചായത്തിലല്ല. ദേശം അറിയും, രാജ്യങ്ങൾ അറിയും. ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്തുകൊണ്ട് കയറുന്നില്ല? കാരണം നമ്മൾ ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. പുറത്തേക്ക് ജോലിക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇതാ നമ്മുടെ അഡ്രസ്സ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പട്ടണങ്ങളിലുള്ളവരെ ഒരുങ്ങുക. ജനുവരി മാസം എൻ്റെ ആഗ്രഹം കേട്ടോ, എൻ്റെ ഒരു ആഗ്രഹമാണ്. മാക്സിമം സ്ഥലങ്ങളെ റീച്ച് ചെയ്യുക. മാക്സിമം സ്ഥലങ്ങളെ നമുക്ക് പ്രയർ സ്റ്റേഷന് വേണ്ടി റീച്ച് ചെയ്യുക. വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് പഴയ പോലെ വരിക. അതിനുവേണ്ടിയാണ് ഈ പ്രാവശ്യം ജനുവരിയിൽ മാക്സിമം പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ പട്ടണങ്ങളിൽ ആഗ്രഹിക്കുന്നു. വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളോട് സംസാരിക്കും. തൻ്റെ പ്രവചന ആലോചനയിലൂടെ ദൈവം സംസാരിക്കും. ദൈവം നിങ്ങൾ എവിടെയാണോ ബ്ലോക്ക്, അതാണ് പ്രവചനാലോചനയുടെ ഒരു കൃപയെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബ്ലോക്കുകളെ എടുത്തു മാറ്റാൻ പറ്റും. എവിടെയാണോ നമ്മൾ തടസ്സപ്പെടും, നമുക്കറിയത്തില്ല, ആ തടസ്സങ്ങളെ ആത്മാവിൽ മാറ്റുന്നതാണ് പ്രവചന ശുശ്രൂഷകൾ. അതുകൊണ്ട് പ്രവചനത്തെ തുച്ഛീകരിക്കരുതെന്ന് അപ്പോസ്തലൻ പറയാൻ കാരണം, നല്ലതിനെ മുറുക്കെ പിടിച്ചോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി രോഗികളായി ഭാരപ്പെടുന്ന കൈവച്ച്, യേശുവേ, ഇന്ന് ഇത്രത്തോളം പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ സഹായിച്ചു. ഈ നിങ്ങളുടെ സമയങ്ങൾ കർത്താവ് കൃപ ചെയ്തല്ലോ. സമയം ഒത്തിരി മുന്നോട്ട് പോയി. നാളെ നമ്മുടെ പ്രാർത്ഥന കേട്ടെ, നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലില്ല. ഹലോ, പറയാൻ വേണ്ടിയാണോ? അതെ ബ്രദറെ, എന്റെ ഒരു മോതിരം എന്റെ ഭവനത്തിലെ കടന്നു പോയിരിക്കുക, കാണുന്നില്ല. ഞങ്ങൾ നോക്കി ആകെപ്പാടെ ഇവിടെ തന്നെ ഉണ്ടോ? ഇന്നലെയാണ് ഇവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങളുടെ അധ്വാനം ഞങ്ങൾ തന്നെ ഭക്ഷിക്കും. ഞങ്ങളെ ഭാഗ്യവാൻ, ഞങ്ങൾക്ക് നന്മ വരുമെന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നപ്പ, ഓ യേശുവിന്റെ നാമത്തിൽ നന്മ മടങ്ങി വരട്ടെ, നന്മ മടങ്ങി വരട്ടെ, നന്മ മടങ്ങി വരട്ടെ കൽപ്പിക്കുന്നപ്പ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഈ അലമാരിയോട് ചേർന്നുള്ള കട്ടിലുള്ള മുറി ഏതാണ് അവിടെ അന്വേഷിക്കുക കേട്ടോ. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ കാണാൻ പറ്റും. അലമാരി ചേർന്നിരിക്കുന്ന കട്ടിലിട്ടേക്കുന്ന കുറി ഏതാണോ അത് തപ്പുക കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ, പ്രത്യേകിച്ച് നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലില്ല കേട്ടോ, ലൈവ് അല്ല. നാളെ നേരിട്ടുള്ള പ്രാർത്ഥന, നാളെ മാത്രം നമുക്ക് ലൈവില്ല പ്രാർത്ഥന. പിന്നെ തിങ്കളാഴ്ച നമ്മൾ പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ട് നാളെ നേരിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ അഡ്രസ്സ് അവിടെ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു, ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് വരാൻ പറ്റാൻ സാഹചര്യമുള്ളവരോ അവധിയുള്ളവരോ പറ്റുന്നവരൊരിക്കലും ഷോർട്ട് നോട്ടീസാണിത്. ആ സ്ഥലത്തേക്ക് വരിക. കർത്താവിൻ്റെ പ്രവർത്തികൾ നമുക്ക് ഒരുമിച്ചുകൂടെ നേരത്തെ വരണമെന്ന് പറയുന്നു. കാരണം അവിടെ സീറ്റ് കിട്ടേണ്ടതാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നേരത്തെ വരണം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾക്കായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. വൻ കാര്യങ്ങളെ രോഗികളായി ഭാരപ്പെടുന്ന കൈവച്ച് ഇന്ന് സാമ്പത്തിക നന്മ, നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയ നന്മ വേണം. കാരണം നമുക്ക് വിതയ്ക്കേണ്ട ടൈം, പ്രത്യേകിച്ച് നമ്മുടെ പ്രയർ സ്റ്റേഷൻ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ വിത ആവശ്യമാണ്. ഭയങ്കരമായിട്ട് വിത ആവശ്യം. ദൈവം നമുക്ക് തരും, നിങ്ങളിലൂടെ തമ്പുരാൻ തരും. ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവ് കൊടുക്കുവാൻ എനിക്ക് സമൃദ്ധി വേണം. കൈ പറഞ്ഞ്, കർത്താവ് എൻ്റെ നന്മ വർദ്ധിക്കാൻ വേണ്ടി പോകും. കാര്യം ബൈബിൾ പറയുന്നത്, കൊടുപ്പിൻ എന്നാൽ ലഭിക്കും, അമർത്തി കുലുക്കുന്ന ഒരളവ് എൻ്റെ മടിയിൽ കിട്ടും. യേശു പറഞ്ഞു, ഞാൻ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഈ പ്രയർ സ്റ്റേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന പ്രാർത്ഥനയിലൊക്കെ നമ്മൾ കൊണ്ട് ഒത്തിരി ദൈവപ്രവർത്തികൾ, രോഗങ്ങൾ, ഒത്തിരി മാരക രോഗങ്ങൾ സൗഖ്യമായത്, കാലപ്പഴക്കം ചെന്ന വേദനകൾ വിട്ടുമാറിയത്, കർത്താവ് തൻ്റെ ഒത്തിരി ജനത്തെ വിടിവിച്ചു. അതേപോലെ സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ആത്മാവ് വിടിവിക്കപ്പെടുമ്പോൾ, ഒരു വ്യക്തി സൗഖ്യമാകുമ്പോൾ, ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിൻ്റെ പങ്ക് നിങ്ങൾക്കും ഉണ്ട്.
ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് ബ്രദറിന് കൊടുക്കുന്ന ചിന്തയാണെങ്കിൽ വിതയ്ക്കരുതേ, ഏതെങ്കിലും സഭയ്ക്ക് കൊടുക്കുന്ന ചിന്തയാണെങ്കിൽ വിതയ്ക്കരുതേ. ഇത് കർത്താവിന്റെ വയലിൽ വിത. കണക്കെല്ലാം അവിടെയുള്ളൂ, എൻ്റെ ഒരു കണക്കുമില്ല. കണക്കെല്ലാം ദൈവരാജ്യത്തിൽ. അതുകൊണ്ട് വിതയ്ക്കുവാൻ തയ്യാറാകുക. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഇന്ന് വേദനയുള്ളവർ കൈവച്ച്, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണ്ടവർ കൈവച്ച്, ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭവനങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഓ ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവെ കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. വാരി വിതറി കൊടുക്കുവാൻ കർത്താവെ സമ്പത്തുണ്ടാകട്ടെ. അതുപോലെ തന്നെ ശരീരത്തിന് മേൽ രോഗബന്ധനങ്ങൾ, ദുരാത്മാവിട്ട് കറക്കുന്ന അനുഭവങ്ങൾ, പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾ, സകല ദുഷ്ടപിശാചിന്റെ പ്രവർത്തികൾ, എല്ലാ വിധമാകുന്ന ആഭിചാര ശക്തികളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരുത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ പിതാവെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കൃപയാൽ 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 എന്ന് വിടുതൽ പ്രാപിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ അങ്ങയുടെ അഗ്നിക്കായി സ്തുതി, അഗ്നിക്കായി സ്തുതി, അഗ്നിക്കായി സ്തുതി. ജനങ്ങളുടെ മേൽ വിടുതൽ സംഭവിക്കുന്നല്ലോ, അവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നല്ലോ, പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ റൈഖേന സേഖന റീഖന റൈതബന ഹഡദരികമ സിയാൻദരി അർതീലി മിഹോഷലാഖി മാനഗസ്തേ അർബീന ഹുറാമ ഖാന സേങ്കന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവേ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുതകരമായ വ്യത്യാസം കൽപ്പിക്കുന്നപ്പ ആ വേദനകളുടെ മേൽ വിടുതൽ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ സകല നുഖങ്ങളും ഒടിയട്ടെ, പൂർണ്ണ വിടുതലിനെ കൽപ്പിച്ചാക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് ചെക്ക് ചെയ്തേ. വേദനയാൽ ഭാരപ്പെട്ടവരെ, രോഗത്താൽ ഭാരപ്പെട്ടവരെ, ആ ഉണ്ടായിരുന്നേ, കേട്ടില്ല, മുട്ട് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കട്ടിലേൽ ഇരുന്ന് നോക്കി, രണ്ട് മുട്ട് മടക്കി നോക്കിയപ്പോ എനിക്ക് മുട്ട് മടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ആ മുട്ടിന്റെ വേദനയെല്ലാം മാറി. എത്ര നാൾ സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? ഒത്തിരി നാളായിട്ട് മുട്ട് മടക്കാൻ പറ്റത്തില്ലാതെ കുറെ നാളായിരുന്നു, ഒരു 1.5 വർഷത്തോളം ആയിരുന്നു. കേട്ടെ ഇപ്പൊ മടക്കാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ലല്ലേ? ഇല്ല, ഞാൻ കട്ടിലിരുന്ന് മടക്കി നോക്കി. എന്റെ യേശുവേ കൃപ കൃപ കൃപ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആ പറഞ്ഞു. എനിക്ക് 1 മാസമായിട്ട് പനിയായിരുന്നു, ചുമയുണ്ടായിരുന്നു, ഭയങ്കര ചുമയായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ചുമ എന്ത് ചെയ്താൽ മാറുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ ഗുളികയൊന്നും കഴിച്ചില്ല, സിറഫും കുടിച്ചില്ല. പക്ഷെ ഇന്നലെ തീർത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എന്നും പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്ത് ദൈവത്തോട് യാചിക്കുന്ന എൻ്റെ അപേക്ഷ കേട്ടേ മതിയാവും. രാവിലെ എനിക്കൊരു ഒത്തിരി 5 പേരുള്ള ഭവനത്തിൽ എല്ലാ പണിയും ചെയ്യണം. ഞാനങ്ങനെ പറഞ്ഞു. എൻ്റെ മദറിലോ ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്ന കാരണം എനിക്ക് തീർത്തും എതിരായിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ചുമയുണ്ട്, എൻ്റെ ശബ്ദത്തിന് വ്യത്യാസം വന്നു, ഒച്ചയൊക്കെ അടച്ചിരിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ചുമ കംപ്ലീറ്റ് ആയിട്ട് പഴയതിലൊക്കെ മാറി. എനിക്ക് ശരീരത്തിന് ബലവും കൃപയും തന്ന പണികളെല്ലാം ചെയ്യാൻ, തൂക്കാനും തുടയ്ക്കാനും എല്ലാം ഇന്ന് ഞാൻ ചെയ്തു. എനിക്കറിയത്തില്ല, ഇന്നലെ ഇവിടെ കിടന്ന് കാര്യമായിരുന്നു. എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ബ്രദർ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ചുമച്ച് നോക്കിയപ്പോഴും ചുമയുണ്ട്. പക്ഷെ ഇന്ന് എൻ്റെ ദൈവം ശബ്ദത്തിനൊരിതുണ്ട്, അതേ ഉള്ളൂ. പക്ഷെ ദൈവം ചുമയിൽ നിന്ന് തന്നെ ഒത്തിരി വിടുവിച്ച് ശരീരത്തിന് വലിയൊരു ബലം തന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ആ പറഞ്ഞു ബ്രദറെ, എന്റെ ഹൃദയത്തിനകത്ത് എന്തോ ഒരു ഭാരം പോലെ ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഫ്രീ ആകട്ടെ, പൂർണ്ണ വിടുതലിനെ കൽപ്പിക്കുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. സാക്ഷിയുണ്ട്. പറഞ്ഞു. എന്റെ കൈക്കും പഴുതിക്കും ഭയങ്കര വേദനയായിരുന്നു. ഞാൻ 2-3 മാസമായിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ ആ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ വേദന മാറി.
പൂർണ്ണമായിട്ട് മാറി. ഓ യേശുവെ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അതുപോലെ ബ്രദറെ, പിന്നെ ബേബിയും മറിയയും പറഞ്ഞില്ലയോ, അതെന്റെ ഹസ്ബൻഡിന്റെ അമ്മയും അപ്പനുമാണ്. ആദ്യം പറഞ്ഞ പ്രവചനാലോചന സിസ്റ്ററെ. അതെ അതെ. ഓ കർത്താവ് തൊട്ട ആ കുടുംബത്തെ തൊടുക കേട്ടോ. ആ കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തി തമ്പുരാൻ ഒരുക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. താങ്ക് യു ബ്രദർ, താങ്ക് യു. ആമേൻ ആമേൻ. ബ്രദറെ, ഈ വർഷത്തെ ദൂത് എന്താണ്? ഈ വർഷത്തെ ദൂത് ഇയർ ഓഫ് പ്രയർ ബ്രദറെ, പ്രാർത്ഥനയുടെ വർഷമാണ് കേട്ടോ. പ്രാർത്ഥനയുടെ വർഷം. അതെ, അതിന്റെ വീഡിയോ വരുന്നുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ന്യൂ ഇയർ മീറ്റിംഗിന് കേട്ടാൽ മതി. ന്യൂ ഇയർ മീറ്റിംഗിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ള ഈ വർഷത്തെ കേട്ടോ. ക്രോസ് ഓവർ നൈറ്റ് എന്നുള്ളത് കിടപ്പുണ്ട് യൂട്യൂബിൽ. പിന്നെ ഞാൻ 31-ാം തീയതിയിൽ കിടത്ത് നോക്കിയാണ് രാത്രിയിലത്തെ UK മീറ്റിംഗ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. കേക്കത്തില്ല. സിസ്റ്ററെ, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞ പോലെ ഈ സമയം പ്രാർത്ഥനയുടെ സമയമല്ല. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരേപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ദൈവപ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പം ഒരാൾക്ക് വേണ്ടി നമ്മൾ പിന്നെയും സെപ്പറേറ്റ് പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിശ്വാസമല്ല, അവിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇത്രയും ആൾക്കാർ നിൽക്കുന്നത്, ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് സമയം തികയത്തില്ല. അതുകൊണ്ടാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും നമ്മൾ എമർജൻസി വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കേസ് വിട്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വീകരിച്ചോണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ടൈം കിട്ടത്തില്ല. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഡെലിവറൻസുകൾക്ക് വേണ്ടിയുള്ള ടൈമാണിത്. വലിയ പ്രവൃത്തിയാൽ കർത്താവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ നാളത്തെ പ്രാർത്ഥനയെ ഓർത്ത് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ നാവിന്മേൽ ദൈവത്തിൻ്റെ വചനം വരേണ്ടതിന് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പൗലോസ് പറഞ്ഞു. അർത്ഥം പോരാടുക പറഞ്ഞാൽ പിശാചിനോടല്ല, കർത്താവിൻ്റെ സുവിശേഷം ആ ദേശത്ത്, പ്രത്യേകിച്ച് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് ഹീത്രൂ എയർപോർട്ട്, ലണ്ടനിൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ വന്നിറങ്ങുന്ന സ്ഥലം, സ്ഥലമാണ് ഈ ഹീത്രൂ എയർപോർട്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഞാനത് പറയാൻ കാരണം, അനേകർ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. തമ്പുരാൻ്റെ വലിയ കൃപ ആ ദേശത്ത് വെളിപ്പെടണം. അനേകർ ഇറങ്ങുമ്പോൾ, അനേകർ കയറുമ്പോൾ ആ പ്രാർത്ഥന ആ ഹോളിൽ, ആ ഓഡിറ്റോറിയത്തിൽ മാത്രം ഒതുങ്ങാതെ പുറത്തേക്ക് ഒഴുകണം. പ്രാർത്ഥിക്കണം ജനം. കർത്താവെ, ആ ഏരിയയിലുള്ള സകലരെയും തൊടുവാൻ, ദേശത്തെ പിടിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഓരോരുത്തരെയും ഇന്ന് ബ്ലെസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ പ്രത്യേകിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കണം. വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. ഈ വരാൻ പോകുന്ന നമ്മുടെ പ്രത്യേകിച്ച് മാർച്ച് മാസത്തിലെ പ്രാർത്ഥന വരുന്നുണ്ട്. മാർച്ച് മാസം പകുതി മുതൽ ഏപ്രിൽ മാസം വരെ നമ്മുടെ പകുതി വരെ പ്രാർത്ഥന നടക്കുന്നു. അപ്പോൾ അതിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇന്നു മുതൽ ഒരു ശേഷിപ്പ് മാറ്റിവെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കണം. സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കണം. പണ്ട് എനിക്കത് അറിയത്തില്ലായിരുന്നു. ഈ മർമ്മം മനസ്സിലായത്. എൻ്റെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നമ്മൾ വിതയ്ക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ നിന്ന് കൊയ്തെടുക്കാൻ നമുക്ക് കഴിയും. ഞാൻ വിതച്ചവരെ ബ്ലെസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാൻ നന്മയുണ്ടാകട്ടെ. നന്മയും കരുണയും അവരുടെ പുറകെ വരട്ടെ. എല്ലാ വഴിയും തുറന്നു വരട്ടെ. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ, കൃപ പെരുകുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. എല്ലാ മേഖലകളും തുറന്നു വരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സകല സമ്പത്തും നിറഞ്ഞ കൃപയ്ക്ക് നന്ദി പറയുന്നു. സകല വഴികളെയും തുറന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കും